Okay, ladies and gentlemen, welcome to yet another episode of Wit Talks. ഇന്നത്തെ ടോപ്പിക്കാണ് ജോലി. പണി 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 വേറെ പേരുണ്ടോ? തൊഴിൽ തൊഴിൽ ജോബ്. ജോലി എന്ന് പറയുന്നത് സ്ഥിര വരുമാന ജോലി അല്ലേ? സ്ഥിര വരുമാന ജോലിയല്ല, എല്ലാ ജോലി അങ്ങനെ പറയാൻ എനിക്ക് എന്തൊരു പറയാനുള്ളത്. ജോൺ ഇതുവരെ സ്ഥിര വരുമാന ജോലിക്ക് പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്, ഒരു 5-6 മാസം പോയിട്ടുണ്ടാവും, 4-5 മാസം പോയിട്ടുണ്ടാവും. അങ്ങനെ പറയുവാണെങ്കിൽ എനിക്കാണ് പറയാനുള്ളത് അടിപൊളി പണിയുള്ളത്. എനിക്ക് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ. എനിക്ക് സെൻട്രൽ ഗവൺമെന്റ് പണിയുണ്ടായിരുന്നു. എത്ര ആൾക്കാർക്ക് ആ ഒരു ഭാഗ്യം കിട്ടും അല്ലേ? ഉണ്ടായിരുന്നു. സാധാരണ 60 വയസ്സിന് മുകളിൽ റിട്ടയർ ആയ കിളവന്മാരാണ് പറയുന്നത്. എനിക്ക് ഞാൻ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. സത്യം എത്ര ആൾക്കാർ ജസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അനീഷിനടുത്ത് ഡിസപ്പോയിന്റഡ് ആയിരിക്കും. ചിലരുടെ ലാസ്റ്റ്, അതായത് മറ്റേ എന്താ പറയണ്ടേ, ഏജ് പരിധി എന്ന് പറയുന്നത് 35 അല്ലേ ടെസ്റ്റ് എഴുതാനുള്ള. ആ പ്രായത്തിൽ വരെ എഴുതുന്നവരുണ്ട്, അവസാനത്തെ പരീക്ഷ എന്നൊക്കെ പറഞ്ഞ്. ആ സമയം ജോലി 10 വർഷം ചെയ്തിട്ടത് കളഞ്ഞ നീസുക. ഒരുപാട് പേര് ഡിസപ്പോയിന്റഡ് ആണ് ഞാൻ പണി കളഞ്ഞതിൽ. ഒരുപാട് പേര്, എന്റെ അച്ഛൻ വരെ. നൗഫൽ സാർ, BC നൗഫൽ സാർ പറഞ്ഞു സാറിന് ഇങ്ങനെ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ സാറ് പണി ചെയ്യില്ല. ഒരു സിനിമയുടെ പടം ഡയറക്ട് ചെയ്ത ദയവ് ചെയ്ത് ജോലിക്ക് പോകണം ഞങ്ങളുടെ അഭിപ്രായം. 3 പടം ഡയറക്ട് ചെയ്ത സാറ് പറയുന്നത് അനീസ് തരും മണ്ട, ആ ജോലി അങ്ങനെ എനിക്കുണ്ടായിരുന്നു, ഞാനെത്തി പോയേനെ, ഞാനിതൊന്നും ചെയ്യൂലായിരുന്നു, പോയാ മതിയായിരുന്നു. അനീസിക്കയുടെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഭയങ്കര ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ജോലിക്ക് ജോയിൻ ചെയ്യണ മുമ്പ് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു? അതായത് നിങ്ങൾ ഈ പരീക്ഷ എഴുതിയത് ജോലിക്ക് വേണ്ടിയിട്ടല്ല, കിട്ടിയപ്പോൾ ഒരു ഇതാണ്. നമുക്ക് വലിയ ജോലി കിട്ടും. എനിക്ക് പറ്റേ ജോലി എന്ത് ജോലി ആവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ, നമ്മളെന്താണ് പറഞ്ഞിട്ടുള്ളത്, ജീവിതത്തിൽ ആദ്യം ചെയ്ത ജോലി ഒന്ന് ചിന്തിച്ചു നോക്കാം. രസ നമ്മൾ രണ്ടുപേരോട് അല്ലേ പറഞ്ഞത്, ഞാൻ മറ്റേ കൊച്ചച്ഛന്റെ പുറത്ത് ചൂടുകുരു വല്ലാണ്ട് വരും. അപ്പൊ ഒരു കുരുവിന് 1 രൂപ വെച്ച് തരും പൊട്ടിക്കാൻ. എങ്ങനെ പൊട്ടിക്കും? ചീപ്പ് വെച്ചിട്ട്. ചീപ്പിന്റെ അറ്റത്തെ പല്ലിന് ഭയങ്കര കട്ടിയായിരിക്കില്ല, മറ്റേ നീളമുള്ള ചീപ്പില്ലേ, അതിന്റെ അറ്റത്തെ പല്ല് സെപ്റ്റിക് ആകത്തില്ലേ? അത് വെച്ച് കുത്തി പൊട്ടിക്കാൻ വരും. അപ്പൊ ഒരു കുരു പൊട്ടിച്ച 1 രൂപ വെച്ച് തരും. അങ്ങനെ കുരു പൊട്ടിക്കുക. അവസാനം നീ കുരുവിന്റെ കൃഷിയൊക്കെ അല്ലേ, കുരു വരാനുള്ള സാധനം കിട്ടുന്നു പൊട്ടിക്കാൻ. അങ്ങനെ നോക്കുവാണെങ്കിൽ എന്റെ ഫസ്റ്റ് ഇത് അങ്ങനെ നോക്കിയാൽ അതിന്റെ കുരുക്ഷേത്രം പോകും. അങ്ങനെയൊക്കെ എന്റെ ഫസ്റ്റ് ശമ്പളം അമ്മ ഇടപെട്ട് തിരിച്ചു കൊടുപ്പിച്ചു. നീ ചെയ്ത് നമ്മുടെ ഒരു കസിൻ ചേട്ടൻ കളക്ടറേറ്റിൽ നിന്ന് പേപ്പർ അടിച്ച് മാറ്റി കൊടുത്തു. അതിന്റെ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. അതിന് മുന്നേ കസിൻ ചേട്ടൻ പറഞ്ഞ് പുറം തരുവാണെങ്കിൽ 10 രൂപ തരാന്ന്. അപ്പൊ നമ്മളിങ്ങനെ പുള്ളിക്കാരന്റെ ഞാനും ചേട്ടൻ 2 സൈഡിൽ നിങ്ങൾ പുറം തരും, ഞങ്ങൾക്ക് 2 പേർക്ക് 10 രൂപ വെച്ച് പുള്ളിക്കാരൻ തന്നു. ആര് വഴിയോ അല്ല, കസിൻ ചേട്ടൻ. മക്കളെ 10 രൂപീസ് ഫാമിലി മസാജ് എന്നൊക്കെ ഇവര് സ്കെച്ച് കൊണ്ട് ബോർഡിൽ വെച്ചിട്ടല്ലേ സിറ്റ് ഔട്ടിൽ കസേരയിട്ട് ഏതോ വഴിയോ അയാളെ പിടിച്ച് മസാജ്. നമ്മൾ വിചാരിച്ചത് കൊള്ളാലോ പരിപാടി. 10 രൂപ വെച്ചത് 10 രൂപ വലിയ എമൗണ്ടാ. പിന്നെ അന്ന് 2.5 രൂപയ്ക്ക് ചായ കിട്ടും, നിർത്താം 2 രൂപയ്ക്ക് ചായ കിട്ടും. അപ്പൊ 10 രൂപ വാങ്ങിച്ചിട്ട് ഞങ്ങൾ കിട്ടി, ഞങ്ങളുടെ ആദ്യ ശമ്പളം കിട്ടിയത് ഞങ്ങളെ ചാടിച്ച് തിരിച്ച് പൈസ കൊടുപ്പിച്ചു. ആദ്യത്തെ ശമ്പളം ഏൺ ചെയ്യാൻ പറ്റാത്തൊരു പാവം വിങ്ങുന്ന ഹൃദയം. അതിൽ പിന്നെ എനിക്ക് ജോലിയോട് എനിക്ക് ഓർമ്മയില്ല. ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ അറിയില്ല, എന്നാ കോപ്പി റൈറ്റ് ഉള്ളതായിരിക്കും. അങ്ങനെയും കൂടി പറയട്ടെ. അല്ലാണ്ട് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഒരു പരിപാടി ചെയ്ത് ശമ്പളം മേടിച്ച് +2 പഠിക്കുമ്പോൾ ഒരു ഹോം തിയേറ്റർ അസംബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് എനിക്ക് കിട്ടിയിട്ട് 100 രൂപ. അവസാനം അസംബിൾ ചെയ്ത് വന്നപ്പോ ആൾക്ക് കടയിൽ മേടിക്കണേക്കാളും കാശായി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തപ്പോ. അതിന്റെ ബോർഡുകളെല്ലാം സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും. മേടിച്ചു, സോൾഡർ ചെയ്തു, ബോക്സിൽ വെച്ച്. ശരിക്കും എനിക്ക് ജോണിന്റെ ടെക്നിക്കൽ വാസന കില്ല് ചെയ്തത് എഞ്ചിനീയറിംഗ് ആണെന്ന് തോന്നുന്നു. പഠിക്കാൻ പോകാൻ പറ്റിയില്ലായിരുന്നു ചിലപ്പോ പുള്ളി തന്നെ എക്സ്പ്ലോർ ചെയ്ത്. അപ്പൊ അങ്ങനെ അടുത്ത വരുമാനം ഞാൻ മുമ്പ് നമ്മുടെ തെഫ്റ്റിനകത്ത് തെഫ്റ്റിനകത്താണ് ഞാൻ പറഞ്ഞത്. ഞാനും ചേട്ടനും കൂടെ സ്റ്റിക്കർ കട്ടിങ് ഉണ്ടായിരുന്നു. മോഷണം ജോലിയാണെങ്കിൽ മോഷ്ടിച്ച പൈസ, വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്നത് മോഷണം ജോലിയായിട്ട് നിങ്ങൾ കൂട്ടുന്നുണ്ടോ? ഉണ്ട്. അത് ജോലി, എല്ലാ ജോലിക്കും എന്റെ അന്തസ്സുണ്ടെന്ന് അങ്ങനെ നോക്കണേ. ഞങ്ങളുടെ പിന്നീത്തെ പാടത്ത് മോഷണമല്ല, ഞങ്ങളുടെ അവിടെ പറമ്പില് കശുവണ്ടി പറക്കി വെക്കുക. അതാണ് പിന്നത്തെ ഒരു വരുമാനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യം. വിൽക്കുമായിരുന്നു? പറക്കിയിട്ട് ചാക്കിലാക്കിട്ട് വിൽക്കും. എവിടെ കൊണ്ട് വിൽക്കും? ചാക്കിനകത്ത് കശുവണ്ടി, അത്ര കശുവണ്ടി കിട്ടും. 5 കിലോന്റെ ചാക്കിലേക്ക് നല്ല കശുമാവും തോട്ടുണ്ട്. ഇഷ്ടം അതിലൊരു 5-6 മരം ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി അത് മുറിച്ചും കളഞ്ഞു.
അത് അന്നത്തെ കശുവണ്ടി വിറ്റ കാശിന് ബാറ്റ് മേടിച്ചിട്ട് ഈ മരമില്ല മുറിച്ചുള്ള ക്രിക്കറ്റ് കളിക്കാൻ സ്ഥലമില്ല. കശുവണ്ടി പറക്കിയിട്ടുണ്ട്. അത് കേൾക്കുന്ന കശുവണ്ടി എന്റെ അണ്ടി വിറ്റിട്ട് എന്റെ അണ്ടി കൊണ്ടാണ് കളിക്കുന്നത്. അത് അപ്പൊ അങ്ങനെ സോഡാ കുപ്പി പറക്കി വെച്ചിട്ടുണ്ട്, പേപ്പർ, ആ ബോക്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്നൊക്കെ ആരും അറിയാതെ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് വിൽക്കൂ. ആ പേപ്പർ കുപ്പി എന്തിനാണ് വെറുതെ ആക്രിക്കാരന് കാശുണ്ടാക്കി കൊടുക്കണം? നമ്മളത് എടുത്തുകൊണ്ട് പോയി അങ്ങ് കൊണ്ട് കൊടുത്ത് ആക്രി കടയിൽ കൊണ്ട് കൊടുത്താൽ കുറച്ചുകൂടെ പൈസ കിട്ടും. അതൊക്കെ ഏണിംഗ് മെത്തേഡായിട്ട് കൂട്ടുവാണ്. പിന്നെ ആരോ വന്ന് സോഡാ കുപ്പിയുടെ അടപ്പിന് ഭയങ്കര വിലയാ. അപ്പൊ ഞങ്ങൾ കടയിലൊക്കെ പൊട്ടിക്കുന്ന വലിച്ചെറിഞ്ഞു, ഇയാളത്ര വിലയുള്ള സാധനങ്ങളാണ്. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ നടന്ന് പറക്കി കൊണ്ട് കൊടുത്തപ്പോ എന്താ അതിന് വലിയ തൂക്കവും ഇല്ല. അതിന് കിലോയ്ക്ക് 80 രൂപ കണ്ട് കിട്ടുമായിരുന്നു. അതൊരു കിലോ 10-12 രൂപ സോഡാ കുപ്പി വഴി മൊത്തം പറക്കി നടന്ന് വിറ്റിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ടോ. ആ ഭാഗത്തൊക്കെ നടക്കുമ്പോ ആ പാട്ടവർക്കികൾ വന്നിട്ട് പറയുന്നത് അനീസ് സ്കൂളിൽ പോണതാ, പഴയ പേപ്പർ ഉണ്ട് വേണം തിരിച്ചു വരുമ്പോ എടുക്കാം. അങ്ങനെ ഞാൻ നല്ലൊരു പ്രൊഫഷനിലേക്ക് പോയേനെ. പക്ഷെ ഇതൊക്കെ മുളയിലെ നുള്ളും വീട്ടുകാർ, നല്ല കുടുംബത്തിന്റെ പേരുകളായിരുന്നു. ആ ശീലത്തിലായിരിക്കും സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ കളഞ്ഞിട്ട് വന്നല്ലേ. എനിക്ക് അങ്ങനെ ഒരു വലിയ ചാമിങ് ജോലിയായിട്ടോ അല്ലെങ്കിൽ ചാമിങ് പരിപാടിയായിട്ടോ തോന്നിയിട്ടില്ല എന്റെ ജോലികളും. അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്നത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. കുറച്ചുകൂടെ ഭയങ്കര ഹൈ പ്രൊഫൈൽ ജോബ് ആയിരുന്നു. കണ്ടിന്യൂ അറിയത്തില്ല, എനിക്ക് എന്റെ സ്വഭാവത്തിൽ എനിക്ക് അറിയത്തില്ല ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം ഞാനിത് സ്ഥിരം കിറ്ററാണ്. ഞാൻ ഒരുപാട് ജോലി കയറി കിട്ടി. ഇല്ല, ഈ എത്ര വർഷം വർക്ക് ചെയ്തു പോസ്റ്റ് ഓഫീസിൽ? 10 വരെ. ഏറ്റവും ഈ 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഞാൻ ഇവിടെ ഫുൾ ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്? എന്റെ ആദ്യത്തെ ഡേ ഫസ്റ്റിൽ പോലും ഞാനത് പറഞ്ഞിട്ടില്ല. എന്റെ ഫസ്റ്റ് ഡേ എനിക്ക് എല്ലാ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്സ്, അങ്ങനെ സർട്ടിഫിക്കറ്റ്സ്, വെരിഫിക്കറ്റ്സ് എല്ലാം കൊണ്ട് ഡിസ്ട്രിക്ട് ഹെഡിന്റെ അടുത്ത് പോകാൻ വേണ്ടി വരുക. അപ്പൊ ഞാനത് കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യാൻ വലിയ താല്പര്യം. പോസ്റ്റ് ഓഫീസിൽ നിന്ന് ബാങ്ക് ഉണ്ട്. അപ്പൊ അത് പറ്റത്തില്ല, എല്ലാം വർക്ക് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു എനിക്ക് വേണമെന്നില്ല. അപ്പൊ എന്റെ അടുത്താണെങ്കിൽ ഷാജി സാർ എന്ന് പറഞ്ഞ ഒരു യൂണിയന്റെ നേതാവുണ്ട്. പുള്ളി പുറത്തേക്ക് എന്നെ വിളിച്ചോണ്ട് പുറത്തേക്ക് കൊണ്ടിട്ട് പുള്ളി, ഞാൻ നീ ഇങ്ങനത്തെ പറയാതെ, നിനക്ക് വേണ്ടെങ്കിൽ നീ പിന്നെ കളഞ്ഞോ, പക്ഷെ ജോലിക്ക് വരുമ്പോ നീ കയറും എന്നെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വേണം കയറാൻ. നോക്ക്, നിൽക്കണം എന്നില്ല, നീ നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി നിർബന്ധിച്ചു. ചിലപ്പോൾ അല്ലെങ്കിൽ ആ ഇന്റർവ്യൂവിൽ ഞാൻ അത് കളഞ്ഞിട്ട് അല്ലേ വേണ്ട, ഇന്ന് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് ഞാൻ ചിലപ്പോൾ വന്നേനെ. പിന്നെ പുള്ളി നിർബന്ധിച്ചിട്ടാണ് ഞാൻ അതിനകത്ത് കയറി അപ്പം ജോയിൻ ചെയ്തത്. എന്നിട്ട് ജോയിൻ ചെയ്ത് കുറച്ചാൾ കഴിയുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഞാൻ ഇത് വിട്ടിട്ട് പോകും, ഞാൻ ഇത് വിട്ടിട്ട് പോകും. അന്ന് തൊട്ട് എൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ ഇത് വിട്ടിട്ട് പോകുന്നത് തന്നെയായിരുന്നു. അപ്പോഴും ആൾക്കാർ നീ കുറേ പറയും ഗവൺമെൻറ് ജോലി അങ്ങനെ വിട്ടത്തില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കുറേ പേർക്ക് മനസ്സിലായി അതിന് മുന്നേ. കാരണം ഞാൻ ഒരു ജോലി വിടുന്നതിന് 3 വർഷം മുന്നേ ഒരു ലോങ് ബ്രേക്കുകൾ എടുക്കാനും സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ വേറൊരു പ്രൊഫഷണൽ പാഷനിലേക്ക് ഞാൻ തിരിഞ്ഞു പോകുന്നു. അവരൊക്കെ ജഡ്ജ് ചെയ്യുന്നുണ്ടായിരുന്നു, ഓ ഇതിപ്പോൾ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന്. കുറേ പേരൊക്കെ ഇതൊക്കെ ഇത് എത്ര ആൾ കാണും, തിരിച്ചു ഇവിടെ തന്നെ വരുമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും എന്നെ പറഞ്ഞു വിടുന്ന സിറ്റുവേഷൻ ആയപ്പോഴാണ് ഞാൻ സ്റ്റാൻഡപ്പും ചെയ്യാനുള്ള ജോലി എല്ലാവരും ഞെട്ടിച്ചെടുത്ത് കൈപ്പ് ചുമ്മാ ഇരിക്കുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ ജോലിയും ഇലക്ട്രോണിക്സ് സംബന്ധം തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു കോഴ്സ് ഉണ്ടായിരുന്നു എഞ്ചിനീയറിംഗിന് ശേഷം. എഞ്ചിനീയറിംഗിന് ശേഷം ഒരു ഗവൺമെന്റിന്റെ സ്കീമിൽ നടത്തുന്ന മൊബൈൽ സർവീസ് ടെക്നോളജി എന്ന് പറഞ്ഞ് താഴെ ഒരു ഇതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടി ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ കോഴ്സിൽ ബേസിക് ഇലക്ട്രോണിക്സ് പഠിപ്പിക്കാൻ ആളാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു, അവൻ എന്നെ സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ബേസിക് ഇലക്ട്രോണിക്സ് ആ ഇത് പഠിപ്പിക്കാൻ ഒരു ടോപ്പിക്ക് എനിക്ക് ഇത്ര ഒരു സാധനം തന്നിട്ട് അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് മാത്രമായിട്ട് കുറച്ച് നാൾ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അതാണ് എൻ്റെ രണ്ടാമത്തെ ജോലി. ശമ്പളം എനിക്ക് ഓർമ്മയില്ല, അതൊന്ന് 1000 എത്രയോ അങ്ങനെ എന്തൊക്കെയാണ്. ആ സമയങ്ങളിൽ നിങ്ങൾക്ക് ആർക്കും ജോബ് ഉണ്ട്? ഈ പറയുന്ന +2 കോളേജ് സമയത്ത് നിങ്ങൾക്ക് ആർക്കും ജോബ്? ഇത് കഴിഞ്ഞിട്ടാ കോളേജ് കഴിഞ്ഞിട്ടാ. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ +2 പഠിക്കും, +1 +2 പഠിക്കുന്ന സമയത്ത് ഞാൻ 2 പേർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അയ്യോ എനിക്കൊന്നും പറ്റൂല്ല, അതിനുള്ള വിവരം വേണ്ടേ. എൻ്റെ ഒരു കസിൻ പഠിക്കാൻ ഇത്തിരി ഉഴപ്പുള്ള ഒരു വശത്തിൽ പാട്ട കറക്കണം, മറ്റേ സൈഡിൽ ട്യൂഷൻ എടുക്കുന്നല്ലേ. അല്ല ഇതും ഏകദേശം പാട്ട ഉറക്കലായിരുന്നു. അവനിത് കാണുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ഉഴപ്പെന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു തന്നെ. അവനിപ്പോ റാപ്പറാ, പഠിപ്പിച്ചതിന്റെ ഗുണമുണ്ടല്ലേ. അവൻ വൈദ്യ എന്ന പേരില് റാപ്പറാണ്. അവന് ഈ അച്ഛന് ഡോക്ടറാക്കണമെന്നായിരുന്നു ആഗ്രഹം. അവൻ ഡോക്ടറാണ്, അവൻ ഹോമിയോ ഡോക്ടറാണ്. അതുകൊണ്ട് അവൻ അവന്റെ റാപ്പിംഗ് നെയിം വൈദ്യം എന്നിട്ടേക്കുന്നത്. അപ്പൊ അവൻ ഭയങ്കര ഉഴപ്പനാ പഠിക്കാൻ. പഞ്ചസാര ഗുളിക കഴിക്കൂ. അത് പിൽസ് എന്ന പേരിലൊരു ആൽബം വരാറുണ്ട്. പിൽസ് എന്നാണ് ആൽബത്തിന്റെ പേര്. പനിക്ക് കഴിക്കൂ പഞ്ചസാര ഗുളിക രാവിലെ രാത്രിയും.
അപ്പൊ അവൻ പഠിക്കാൻ ഭയങ്കര ഉഴപ്പിനാന്ന് അവന്റെ ഫാദറിന് ഭയങ്കര പരാതിയാണ്. അവൻ ശരിക്കും പഠിക്കാൻ താല്പര്യമില്ല. അതാണ് ഉഴപ്പിനേക്കാളും ഓരോരുത്തരുടെ ഈ ഉഴപ്പെന്ന് പറയുന്നത് അതാ അല്ല അതിന് അവനെ സംബന്ധിച്ച് അവൻ പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അവൻ അന്നേ കലാവാസനുണ്ടോ റാപ്പിംഗ്? ഇല്ല, പക്ഷെ അത് തിരിച്ചറിയുന്നില്ല ആൾക്കാർക്ക്. അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുടുംബത്തെല്ലാരും ഇങ്ങനെ ഒരു വാസനയില്ല, എന്നിട്ട് അങ്ങ് ഇറങ്ങിയേക്കുക. ഇവരുടെ വിചാരം ഒരു വാസന ഇല്ലാത്തവരൊക്കെ കലാകാരൻ കലാകാരന നല്ല വാസനയുണ്ട്. അപ്പോൾ അവനെ ഞാനാണെങ്കിൽ ടൗണിൽ ഒരിടത്ത് ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ഒരു 4ാം ക്ലാസ് കഴിഞ്ഞാൽ തോന്നുന്നു, 4ആണോ 5ആണോ ഓർമ്മയില്ല. ആ പയ്യനെ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ കസിൻ്റെ ഫാദറിനകത്ത് അറിയാം. അപ്പോൾ പുള്ളി പറഞ്ഞ ഇവനെയും കൂടെ ഒന്ന് നോക്ക്. അപ്പം ഞാൻ ഈ 10ാം ക്ലാസ്സിലൊക്കെ ഭയങ്കര മാർക്ക് വാങ്ങിക്കുന്നുണ്ട്. അവരുടെ വിചാരം ഞാൻ ഭയങ്കര മിടുക്കനാണ്. അപ്പോൾ മാർക്ക് ശരിക്കും ഇവർക്ക് വേണ്ടത് മാർക്കാണ്. മാർക്ക് വാങ്ങിപ്പിച്ചാൽ മതി. ചെറുക്കൻ മാർക്ക് വാങ്ങിക്കുന്നില്ല, അതാ പ്രശ്നം. അപ്പോൾ അവനെ കൂടെ പഠിപ്പിക്കാനായിട്ട് പറഞ്ഞു. അപ്പം എനിക്ക് 250 രൂപ, എനിക്ക് ടൗണിൽ 200 രൂപ ട്യൂഷൻ തരും, പുള്ളിക്കാരൻ എനിക്ക് 250 രൂപ ഫീസ് തരാമെന്ന്. അപ്പോൾ എൻ്റെ എത്ര തരുന്നത്, അവരെത്ര തരുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ 200 രൂപ തരുമെന്ന് പറയും. അപ്പോൾ അവിടെ 200 രൂപയ്ക്ക് പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പയ്യൻ വരും 250 രൂപയും കൊണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സാലറി 450 രൂപയാണ് ഒരു മാസം. എത്ര മാസം എടുത്തു? എൻ്റെ +1 +2 കഴിയുന്ന സമയം വരെ ഞാൻ അങ്ങനെ കുറെ എടുക്കുവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഒരു കാലത്ത് ഞാനൊന്ന് ഒരു കാലത്ത് പാസ്സായത്. ഞാൻ അത്ര ഉഴപ്പനായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളത് നീ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ സ്ട്രിക്റ്റ് ആയിരുന്നു. ഒരു പുള്ളി ഹോമിയോ ഡോക്ടറായ. ഹോമിയോ ഡോക്ടറായി. അപ്പൊ ഞാൻ വിചാരിച്ച എന്റെ അനിയനെയൊക്കെ അബുവിനെ ഞാൻ കണ്ട ഏറ്റവും വലിയ ഉഴപ്പൻ അബുവാണ്. അപ്പൊ അബുവിനെയൊക്കെ വലിയ ഉഴപ്പന ഇവൻ. അറിയാലോ ഞങ്ങളുടെ ഫാമിലി സെറ്റപ്പ്. അബു അനാസിക്ക മാത്രമല്ല പഠിക്കുന്നത്. അബു ആയുർവേദ ഡോക്ടർ ഇല്ല, അബു അടുത്തൊക്കെ. അപ്പൊ എന്റെ വിചാരം അബുവിനെയൊക്കെ ഉഴപ്പനായപ്പോ പിന്നെ എന്തായാലും പഠിച്ചെങ്ങ് ഒത്തില്ലെന്ന് ചോദിച്ചു. പക്ഷെ അവൻ പഠിച്ച് പാസ്സായി. 2 പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ, അതാ പിള്ളേര് കൂടിയില്ല? 2. അപ്പോഴത്തേക്ക് ഞാൻ ജോലിക്ക് പോകണമെന്നായിരുന്നു വീട്ടിലൊരു താല്പര്യം. കാരണം ഞാൻ പഠിക്കത്തില്ല എന്ന് അവർ വിചാരിക്കും. അപ്പം ഞാൻ ജോലിക്ക് എന്താനിക്കേണ്ട കാര്യമൊന്നുമില്ല, പഠിച്ചാൽ മതി എന്നുള്ളത്. അപ്പം ഞാനൊരു സൈഡ് ഇൻകം നല്ലതാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ +2 കഴിഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി PC തോമസിന്റെ അവിടെ കോച്ചിങ് പോയി. കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇവരെ ട്യൂഷൻ പഠിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അവർ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? അവർ 5ാം ക്ലാസ്സിൽ, 6ാം ക്ലാസ്, 4ാം ക്ലാസ് അങ്ങനെ. അപ്പൊ അബു എന്നെയൊക്കെ 4 അബു 8ാം ക്ലാസ്സിൽ. അപ്പൊ അബുവിനെ കൂടെ ഇരുന്ന് പഠിപ്പിക്കില്ല. അത് വീട്ടുകാർക്ക് ഡേഞ്ചർ ആണല്ലോ, വീട്ടുകാർക്ക് അറിയാലോ. അത് വീട്ടിൽ അനീസിന് ഒരു മുഖവും നാട്ടിൽ വേറൊരു മുഖമായിരുന്നു, രാത്രിയിൽ വേറൊരു മുഖവും. അങ്ങനെ മൾട്ടി ഫേസറ്റഡ്, മൾട്ടി ടാലന്റഡ് ഒരു ലെവലാരിയായിരുന്നു ഞാൻ. അപ്പൊ ഈ 450 രൂപ 11-12 മാസം കിട്ടുമ്പോ അത് അന്നൊരു വലിയ എമൗണ്ട് ആണല്ലോ. വലിയ എമൗണ്ട് ആണ്. അത് വെച്ച് എന്ത് ചെയ്യുമായിരുന്നു? 20 രൂപയ്ക്ക് മോഹസിന് പെട്രോൾ അടിച്ചു കൊടുക്കും എല്ലാ മാസവും. എന്റെ കൂട്ടുകാരൻ, എന്റെ ജങ്ക് ദോസ്ത്. അപ്പൊ ഞാൻ ഞങ്ങളുടെ അന്നൊക്കെ പെട്രോൾ 20 രൂപയ്ക്ക് അടിക്കുന്ന വലിയാണ്, ബൈക്കുള്ളവരെല്ലാം 20 അടിക്കുന്നത്. അപ്പൊ അന്ന് പെട്രോളിനാണ്, അന്ന് ഈ പെട്രോൾ 45-50-60 രൂപയല്ലേ ഉള്ളൂ, വലിയ പൈസ ഇല്ലല്ലോ അവിടെ. അപ്പൊ നമ്മുടെ ലോക്കൽ ഓട്ടത്തിന് 1 ലിറ്റർ അടിച്ചാലും ഓക്കെയാണ്. അപ്പൊ നമ്മള് അവരാണ് എപ്പോഴും എനിക്ക് വേണ്ടി 500 രൂപയ്ക്ക് 300 രൂപയ്ക്ക് ബൈക്ക് വാടക കിട്ടും, 500 രൂപ 150 രൂപയ്ക്ക് ബൈക്ക് വാടക കിട്ടും ആ സമയത്ത്. 150 രൂപയ്ക്ക് ബൈക്ക് റെന്റ് കിട്ടും ഒരു മാസം, ഒരു ദിവസം. എനിക്കറിഞ്ഞൂടെ അവന് സ്വന്തമായിട്ട് ബൈക്ക് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ കോമൺ ഓട്ടത്തിന് ബൈക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് സാലറി കിട്ടുമ്പോൾ ഞാൻ അതിനകത്ത് പെട്രോൾ അടിക്കും, 20 രൂപയ്ക്ക് 30 രൂപയ്ക്ക് പെട്രോൾ അടിക്കും. ഇതാണ് ചെയ്യുന്നത്. ബാക്കി പൈസ വീട്ടിൽ കൊടുക്കും. ഓ വെരി ഗുഡ്. 12 കോളേജിൽ പിന്നെ പണ്ട് ഞാൻ വീട്ടിലെ മാനേജറായിരുന്നു. ഞാൻ വീട്ടിലെ ഫിനാൻസ് മാനേജ് ചെയ്യുന്ന ഞാനായിരുന്നു. വീട്ടിലെ ചെലവ്, പൈസ, അക്കൗണ്ടിങ്, പർച്ചേസ് ഒക്കെ ഞാൻ ഒരു 6-7ാം ക്ലാസ് തൊട്ട് ഞാൻ തന്നെയായിരുന്നു. മൾട്ടിഫെസ്റ്റഡ് മനുഷ്യനാണല്ലേ. അപ്പൊ അതിന് എനിക്ക് വേണമെങ്കിൽ സാലറി എടുക്കാവുന്നൊരു മോഡുണ്ടായിരുന്നു. അതായത് എന്റെ കയ്യിലാണ് പൈസയുടെ കൺട്രോൾ എന്റെ കയ്യിലായിരുന്നു. അപ്പൊ ബേക്കറി സാധനം ഈ ബഡ്ജറ്റ്, ഈ ആഴ്ചത്തെ ബഡ്ജറ്റിൽ ബേക്കറി സാധനം അതെങ്ങനെ എന്റെ കൈ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് മാത്സിൽ ഒരു മനക്കണക്ക് കൂട്ടാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അച്ഛൻ എന്നെ അടിച്ച് പഠിപ്പിക്കുന്ന കാര്യം ഞാൻ സെറ്റ് ചെയ്തു. അപ്പൊ പുള്ളിക്കറിയാം എനിക്ക് മാത്സ് പഠിക്കാൻ ഒരു താല്പര്യം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കൂട്ടിൽ പുള്ളി ഇങ്ങനെ പ്രാക്ടിക്കൽ കണക്കുകൾ തരാൻ തുടങ്ങി കയ്യിൽ. പിന്നെ അന്ന് റബ്ബർ ഷീറ്റ് ഉണ്ട് വീട്ടിൽ. അപ്പൊ ഈ റബ്ബർ ഷീറ്റ് എങ്ങനെ പുള്ളി കൂട്ടിയാലും നഷ്ടത്തിലാവും, അലീസിനെ കൊണ്ട് കൂട്ടിക്കുമ്പോ ലാഭത്തിലാവും. പുള്ളി ഒരു സന്തോഷത്തിന് നീ കൂട്ടി, ഇനി തൊട്ട് വീട്ടിലെ കിടക്കൊത്ത നീ നോക്കും. അമ്മ എന്നിട്ട് ചോദിക്കുമ്പോ നഷ്ടടി അനീസ് ഇനി കൂട്ടിട്ട് കേറി പോരണെങ്കിൽ. അപ്പൊ ഈ റബ്ബർ ഷീറ്റ് എടുക്കാൻ പോകുന്നതും, റബ്ബർ ഷീറ്റ് നമ്മുടെ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്താണ് തോട്ടമുള്ളത്. അവിടെ റബ്ബർ ഷീറ്റ് അടിച്ചിട്ട് വെട്ടുകാരൻ ഞാനും ചേട്ടനോട് പോയി അത് എടുത്തുകൊണ്ട് വരും. അപ്പം നമുക്ക് അതെടുക്കാൻ പോകുന്നതിന് ഓട്ടോക്കൂലി തരും. അങ്ങോട്ട് ബസ്സിന് കയറി പോകാൻ പറയും.
അന്ന് ബസ്സിന് എനിക്ക് ഒന്ന് 2 രൂപയാണ്. ഇങ്ങോട്ട് ഓട്ടോയ്ക്ക് വരാൻ പറയും, റിട്ടേൺ ഓട്ടോ കിട്ടും 2.5 രൂപ കിട്ടും. അപ്പോൾ ചുരുക്കം ഒരാൾക്ക് 5 രൂപ വെച്ച് തരും അങ്ങോട്ട്. അപ്പോൾ അത് 5 10 രൂപ. ഈ 10 രൂപയും കൈ പിടിച്ചാൽ ഞാനും ചേട്ടനും നടക്കും 2.5 കിലോമീറ്റർ അങ്ങോട്ട് കൊണ്ട് നടക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വിയർത്ത് കുളിച്ച് റബ്ബർ ഷീറ്റ് കൈ പിടിച്ചോണ്ട് ഇങ്ങനെ വരും, റോഡിൽ കൂടി ഇങ്ങനെ അലഞ്ഞ് വാരി വരും. ഓട്ടോ എല്ലാം വന്നെന്ന് വീട്ടിൽ പറയും, ഈ 10 രൂപ മുട്ടായി വാങ്ങിക്കാൻ സേവ് ചെയ്യും. അങ്ങനെ ഈ റബ്ബർ ഷീറ്റ് കൊണ്ടുവന്ന് ഉണക്കി ഇതൊക്കെ അടുക്കുന്ന അങ്ങനെ പരിപാടിയൊക്കെ ഞങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ഇക്ക പഠനത്തിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയം 8ാം ക്ലാസ്സൊക്കെ എത്തുമ്പോൾ ഇക്കയ്ക്ക് കുറച്ച് പഠിക്കാനുള്ള വാശിയായി. ഇക്ക പഠിക്കാൻ കൂടുതൽ സമയം എടുക്കുന്ന സമയത്ത് ഞാനിത് ഹെഡ് ചെയ്യാൻ തുടങ്ങി ഈ ജോലികളൊക്കെ. അപ്പോൾ ഇത് വിൽക്കാനൊക്കെ ആദ്യം അപ്പം കൂടെ കൊണ്ടുപോയിട്ട് എന്നെ വിളിച്ച് സാധനം വാങ്ങിക്കാനൊക്കെ ചന്തയിലൊക്കെ കൊണ്ടുവരണമെന്നെല്ലാം കാണിച്ചു തന്ന് അങ്ങനെ ഞങ്ങളത് പോയിക്കൊണ്ടിരുന്നത്. ഇതാണ് നിന്റെ സ്ഥലം, മനസ്സിലായി, ചന്ത. വീട്ടിൽ കിടക്കുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ദിവസം എന്തെങ്കിലും അപ്പൻ അത്യാവശ്യം അപ്പം പറയില്ല ഇത് കൊണ്ട് വിറ്റിട്ടോ എന്ന് പറയില്ല. അങ്ങനെ ഒരു ദിവസം അപ്പൻ റബ്ബർ ഷീറ്റ് തന്നു കിട്ടും. അപ്പോൾ ഞാനും ചേട്ടനോട് ഇടണം ഒരുമിച്ച് റബ്ബർ ഷീറ്റ് വിൽക്കാൻ പോയി. അന്ന് പത്തനംതിട്ട പട്ടിക്ക് തന്തയ്ക്ക് പോയി എന്നുള്ള സാധനം ഇറങ്ങുന്നത് റബ്ബർ ഷീറ്റ് 4 10 രൂപയ്ക്ക് വിറ്റിട്ട് അല്ല, അതൊക്കെ കടയും മറ്റേ ബില്ല് പരിപാടിയാണ്. നമ്മൾ കൊണ്ട് കൊടുത്താൽ മതി, അവരെ നോക്കിയിട്ട് ബില്ല് എഴുതി പൈസ തരും. മറ്റേ റബ്ബർ ഷീറ്റൊക്കെ എനിക്ക് അന്നൊരു ടെലിഫോൺ ബില്ലടക്കാൻ പോലും അറിയില്ല. ഇന്നത്രയും റബ്ബർ ഷീറ്റൊക്കെ അത്രയും കടകളുണ്ട് എനിക്ക്. അന്നൊക്കെ ടൗണിനകത്തൊരു 4 റബ്ബർ ഷീറ്റാണല്ലോ. ഇപ്പം അതൊന്നും ഇല്ല, എനിക്കറിയത്തില്ല റബ്ബർ ഷീറ്റൊക്കെ പരിപാടിക്ക് നിന്നോ. ഉണ്ടല്ലേ, അന്ന് 4 റബ്ബർ ഷീറ്റ് കടയുണ്ട്. അപ്പോൾ എവിടെ കൊണ്ട് കൊടുത്താലും സ്റ്റാൻഡേർഡ് വിലയാണ്. നമ്മൾ കൊണ്ട് കൊടുക്കുന്നു, തൂക്കുന്നു. അവർ റബ്ബർ ഷീറ്റ് ഉണങ്ങിയതാണെങ്കിൽ അതിന് കറക്റ്റ് വിലയാണ്, റേറ്റ്. ഉണങ്ങിയത് കണ്ണായം കാണുന്നൊരു അതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ ചില സമയം നമ്മൾ ഉണങ്ങാതെ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഇതിന് വെയിറ്റ് കൂടും. അപ്പോൾ ആ വെയിറ്റ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്യും. അങ്ങനെ ഒരു ഡിസ്കൗണ്ട് ഡിഡക്ഷൻ ഇട്ട് തരും. അപ്പോൾ അങ്ങനെ അത് മാത്രമേ നോക്കേണ്ടുള്ളൂ. അവർ എത്ര കുറയ്ക്കുന്നു നോക്കേണ്ടതുള്ളൂ. ഒരുപാട് കുറയ്ക്കാൻ സമ്മതിക്കരുത്. ചേട്ടാ അത്രയും ഉണങ്ങിയിട്ടില്ല, അല്ല ഉണക്കൽ കുറവൊന്നുമില്ല എന്ന് പറയണം. അത് മാത്രം ചെയ്താൽ മതി, ബാക്കിയെല്ലാം ബില്ല. അത് പറയണ്ടേ? അത് നമുക്ക് അന്ന് എനിക്ക് സ്റ്റിക്കി പാനും ചോദിച്ചു മേടിക്കാൻ. ഞാൻ ഈ 5 രൂപ അപ്പൻ്റെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ അടിച്ചു പോയി പേന വാങ്ങിച്ച് എനിക്ക് പരിചയം പണ്ടേ ഉണ്ടല്ലോ. അത് വേറൊരു കഥയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല. അവർ റബ്ബർ ഷീറ്റ് കൊണ്ട് വിൽക്കും, സാധനം വാങ്ങിക്കും. അപ്പം ആ വിൽക്കുന്ന പൈസയിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് സാധനം വാങ്ങിക്കുന്ന ഒരു ശീലം അന്ന് തുടങ്ങിയുണ്ട്. അപ്പോൾ അപ്പന് മനസ്സിലായി ഇത് ഇവൻ ചെയ്തോളൂ. ഇപ്പം ഒഫീഷ്യലി അല്ലെങ്കിൽ ഞാനായിരുന്നു അങ്ങനെ പർച്ചേസ് മാനേജർ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കണക്ക് എഴുതുക, ബുക്ക് എഴുതി വെച്ചിട്ട് ആഴ്ചയിലെ കണക്ക് എഴുതി, ഈ ആഴ്ച എത്ര റബ്ബർ ഷീറ്റ് വിറ്റു, എത്ര രൂപ ഉണ്ട്, നമുക്ക് എത്ര ബാക്കിയുണ്ട്, അങ്ങനെ കണക്കെഴുതി സെറ്റിൽ ചെയ്യാൻ 7ാം ക്ലാസ് തൊട്ട്. അപ്പോൾ അന്ന് സിക്കയുടെ മനസ്സിൽ റബ്ബർ വിറ്റ് കാശാവണം. റബ്ബറിന്റെ പൈസ ഇങ്ങനെ കൂടുമ്പോൾ നമ്മൾ ഇങ്ങനെ റബ്ബറിന്റെ പുഷ്പായിരുന്നു. റബ്ബർ 200 രൂപ കിലോയ്ക്ക്. പറഞ്ഞ പോലെ കശുവണ്ടി വർക്ക് കിട്ടുന്ന സമയത്ത് നമ്മളും കിലോയ്ക്ക് കശുവണ്ടി റേറ്റ് 54 രൂപ കിലോയ്ക്ക്. 54 രൂപ എന്ന് പറയുമ്പോൾ കുറെ ഉണ്ട്. ഒരു 10 കിലോ ആണ്, 3 നൈറ്റ് വെക്കുമ്പോൾ 3 കിലോ ഉണ്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ സർക്കാർ പെട്ടെന്ന് ഈ കോപ്പിന്റെ വില എഴുതിയിരിക്കും. അങ്ങനെ നമ്മൾ റബ്ബർ കിലോയ്ക്ക് 21 രൂപയ്ക്കൊക്കെ വിറ്റിട്ടുണ്ട്. അത് നമ്മൾ നെഞ്ചു പൊടിയും. കാരണം നമ്മൾ അതിന് മുന്നേ 40 രൂപയ്ക്ക് 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് വിറ്റ റബ്ബർ ഷീറ്റിന് 21 രൂപയായി. ഒട്ടുപാലിന് 12 രൂപ കിലോയ്ക്കായി. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് താളം തെറ്റും. കാരണം അന്ന് മുമ്പ് പ്ലാൻ ചെയ്തിരുന്നാൽ അത്രയും റബ്ബർ കൂടുന്നില്ല, വില കുറഞ്ഞത് റബ്ബർ കൊടുത്തുന്നില്ല. അതങ്ങനെ തന്നെ നിൽക്കുക. രാവിലെ ഇരുന്ന് പാലുണ്ടാക്കി. അന്ന് എനിക്ക് പാലുണ്ടാക്കാൻ അറിയത്തില്ല. ഞാനിത് 8ാം ക്ലാസ് 9ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ്. ഒട്ടുപാലെന്ന് പറയുന്നത് ഇങ്ങനെ ബാക്കി വരുന്നത് അവർ അടുത്ത ദിവസം വെട്ടാൻ വരുമ്പോൾ ഇത് കുത്തി ഇളക്കി കളയും. അപ്പോൾ ഒരു വള്ളിയും ചെറിയൊരു അപ്പം പോലെ ഒരു ചെറിയ ബോർഡ് പോലെ ഇരിക്കുന്നത്, അതാണ് ഒട്ടുപാൽ എന്ന് പറയുന്നത്. അത് നമ്മൾ ക്രിക്കറ്റ് കളിക്കാനൊക്കെ ആൾക്കാർ കെട്ടിയെടുക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിന് വില കുറവാണ്, ഷീറ്റിനാണ് വില കൂടുതൽ. ഇത് വില കുറഞ്ഞൊരു സമയമായപ്പോഴത്തേക്ക് നമുക്ക് ഫിനാൻഷ്യൽ ഭയങ്കര ബർഡനായി തുടങ്ങി. അത് നമ്മൾ തോട്ടം വിറ്റു. ഞങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് ആ തോട്ടം വിറ്റു. എന്നെയും ചേട്ടനെ അച്ഛൻ പഠിപ്പിച്ചത് തോട്ടം വിറ്റിട്ടാണ് പഠിപ്പിച്ചത്. അപ്പോൾ നമ്മൾ പറയുന്നത് പഠിച്ചു കഴിഞ്ഞ് വന്നതുകൊണ്ട് ഇത് വാങ്ങിച്ചു തരത്തില്ലേ, എന്നിട്ട് ഇപ്പം 12 കൊല്ലം അപ്പം ഞങ്ങൾ വീട് വിറ്റു. നമ്മൾ അങ്ങനെയൊക്കെ വലിയ പ്രതീക്ഷകൾ നമുക്ക് ഉണ്ടാവില്ല. നമ്മളിത് പഠിച്ച് മറിച്ച ഉടനെ 4 വർഷം എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇപ്പം നമ്മൾ ലോൺ എടുക്കത്തില്ല. അപ്പം ഇൻട്രസ്റ്റുമായിട്ട് കണക്ട് ആകത്തില്ല. അങ്ങനെ ശരിക്കും അത് അപ്പന് അതിനകത്ത് ചെറിയ വിഷമം ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് വിഷമമില്ല. പക്ഷെ അന്നത്തെ സിറ്റുവേഷനിൽ 1 ഏക്കർ ഉണ്ടായിരുന്നു. റബ്ബറിന്റെ വില ഇടിഞ്ഞ് തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പൊ റബ്ബറിന് 250 ഒക്കെ കിലോയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും അന്നത്തെ ലെവലിൽ 60 കിട്ടിയതിന്റെ ആവും തോന്നുന്നില്ല. അന്നത്തെ ലെവലിൽ 30 കിട്ടിയ പോലെ ആണല്ലോ ഇപ്പൊ. റബ്ബർ ഭയങ്കര പ്രോഫിറ്റ് ഉള്ള ബിസിനസ്സാണ്. ഒരു സമയത്ത് നമ്മൾ ആകെ വൃത്തിക്ക് ജീവിച്ചത് ആ റബ്ബർ ഷീറ്റ് ഉള്ള കാലഘട്ടത്തിലായിരുന്നു. പിന്നെ റബ്ബറിന്റെ വില ഇടിഞ്ഞപ്പോഴാണ് ശരിക്കും ഫിനാൻഷ്യൽ ഭയങ്കര ടൈറ്റ്. അതിന്റെ ചുറ്റും നമ്മളിത് കുടുംബകഥ പറഞ്ഞാൽ പുല്ല. ആ സാധനം ഞാൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്കാണെങ്കിൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുമായിരുന്നു. വീട്ടിലെ ഒരു ഏരിയയിലാണ് അച്ഛൻ പൈസ വെക്കുന്നത്. ഷിറ്റ് ചുമ്മാ ഞാൻ ഓക്കെ എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു. എനിക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീടിൻ്റെ ഒരു കോമൺ അലമാരിയിൽ ഞാൻ കൊണ്ട് സാലറി പൈസ കൊണ്ട് വെക്കും.
അപ്പോൾ ആർക്കെങ്കിലും എടുക്കാം. അങ്ങനെയായിരുന്നു എൻ്റെ സാലറി പൈസ. സാലറി ക്യാഷ് ആയിട്ടായിരുന്നു അല്ല, എൻ്റെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിൽ അല്ല അക്കൗണ്ടിൽ വരും. പോസ്റ്റ് ഓഫീസ് ആ സാലറിയില്ല, ഞാൻ ട്യൂഷൻ്റെ കാശ് വിചാരിക്കുന്നത്. പോസ്റ്റൽ അക്കൗണ്ട് അതല്ല. ഞാനിപ്പോൾ ഓർത്ത് ഞാൻ ഇടയ്ക്ക് ആലോചിക്കുമായിരുന്നു, എൻ്റെ അടുത്ത് ചോദിക്കും നിന്റെ സാലറി എവിടെ പോയെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ കൊണ്ടുവയ്ക്കും, എൻ്റെ ഫ്രണ്ട്സിന് ചിലവാക്കും, എനിക്ക് ആവശ്യം ചിലവാക്കും, എനിക്ക് സേവിങ്സ് ഇല്ല. അപ്പോൾ ഞാനിത് വയ്ക്കാൻ കാരണം അപ്പൻ അന്ന് ഈ വാങ്ങിക്കുന്ന പൈസ ഒരു കോമൺ സ്ഥലത്ത് വെച്ച് എനിക്ക് അക്സസിബിൾ ആകുന്ന സ്ഥലത്തായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പൈസ എടുത്ത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ടി വി ഇരിക്കുന്ന ടേബിളിന്റെ അവിടെ ഒരു ഡയറി ഇരിപ്പുണ്ടായിരുന്നു. ആ ഡയറിക്കകത്താണ് വീട്ടിലെ ഫുൾ വരുമാനം ഇരിക്കുന്നത്. നമുക്കറിയാം അച്ഛനും ബാങ്ക് അക്കൗണ്ട് പേരിനൊരു അക്കൗണ്ട് ഉണ്ട്, അല്ലാതെ വേറെ മിഡിൽ ക്ലാസ് എവിടെ അക്കൗണ്ട് ഒന്നും വേണ്ട. വീട്ടിൽ എത്ര ഫണ്ട് ഉണ്ടോ ആ ഫണ്ട് മൊത്തം ആ ഡയറിക്കകത്തുണ്ട്. എന്ന് വെച്ചാൽ ഫണ്ട് മൊത്തം ചിലപ്പോ ഒരു 300 രൂപ, ചിലപ്പോ 50 ആവും, ചിലപ്പോ 60. എന്റെ അമ്മ പറഞ്ഞല്ലോ ചില സിനിമാക്കാരെ പോലെ ഇത് വെളിപ്പെടുത്തില്ല. അമ്മ ഇത് കഴിഞ്ഞോട്ടോ ലാസ്റ്റത്തെ എന്റെ ഉള്ള പൈസ സന്ധ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രാവശ്യം പൈസ. ആ നോട്ട് നിരോധിച്ച സമയല്ലേ ഞാൻ അപ്പനൊക്കെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കിടന്ന് ന്യൂസ് കാണാം. അമ്മ കാരണം അമ്മയുടെ കയ്യിൽ സുരുക്കുട്ടി വെച്ചിട്ടുണ്ട്, അമ്മയുടെ കാശുണ്ട്, അമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നോട്ട് നിരോധിച്ച് പിറ്റേ ദിവസം എന്റെ അടുത്ത് അമ്മ ചേട്ടന്റെ അടുത്തും പറയാൻ പറ്റില്ല, അതെ ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാം, നീ ബാങ്കിൽ കൊണ്ടുവിടും. അതേത് പൈസ? അത് അമ്മയ്ക്ക് അങ്ങാണ്ട് വീട്ടിൽ നിന്ന് അമ്മ വീട്ടിൽ നിന്ന് എന്താ കിട്ടിയ പൈസ വലിയ എമൗണ്ട് ഉണ്ട്. അത് കാണും, അത് വലുതായിട്ട് കിട്ടിയതാവത്തില്ല, 1000, 500, 300 അങ്ങനെ എന്തോ ഒരൊറ്റ ഇതിൽ കിട്ടിയ കാശായിരുന്നു. ആ കാശ് തന്നെ അല്ലായിരുന്നു. ഞാനിത് അങ്ങോട്ട് പൊട്ടിച്ചു എല്ലാരും ഇരിക്കുമ്പോ. അയ്യോ എന്തൊരു ക്രൂരല്ലേ. അതിന്നൊരു ഷെയർ മേടിച്ചാൽ മേടിച്ച് ബാക്കി സേഫ് ആയിട്ട് കൊടുത്താൽ. ഞാൻ ചേട്ടന്റെ അടുത്ത് പറഞ്ഞു. അല്ല അന്ന് പിന്നെ അത് എന്തായാലും ബാങ്കിൽ കൊണ്ടിടുക എന്നുള്ള ഓപ്ഷൻ വേറെ ഇല്ലായിരുന്നല്ലോ. വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. ഇത്ര രൂപയുടെ മുകളിൽ ഇടാൻ പറ്റില്ലായിരുന്നു. പല ഘട്ടങ്ങളായിട്ട് ഇടാൻ പറ്റത്തില്ല, ഒരുമിച്ച് ഇടാൻ പറ്റത്തില്ലായിരുന്നു. ഇത് 40 സംതിങ് തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് പ്രായമായ അമ്മച്ചിമാര് ചുരുക്കി കൂട്ടി പൂപ്പൽ പിടിച്ച പൈസ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ചെറിയ ഓഫീസിൽ നിന്ന് 1.5 കോടി രൂപയോളം ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നു. ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ അമ്മമാർക്കൊരു സ്വരുക്കൂട്ടിൽ കാണും. അതാ നമ്മൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ അച്ഛൻ പൈസ ഇല്ല, കാരണം അന്ന് വീട്ടിലെ സിറ്റുവേഷൻ അത്രയും മോശമായിരുന്നു. നമുക്ക് മുക്കുണ്ട്. ഞാൻ പറഞ്ഞു അതിനകത്ത് എൻ്റെ മുക്കെന്ന് പറഞ്ഞാൽ ഈ ആഴ്ച ബേക്കറി സാധനം വാങ്ങിക്കണോ, നമ്മുടെ അത്ര ആഗ്രഹങ്ങളുള്ളതിനകത്ത് മധുരം വാങ്ങിക്കണോ എന്നുള്ളതാണ് അതിനകത്ത് മുക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ബഡ്ജറ്റിൽ ഒപ്പിച്ച് വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ, നമ്മൾ മീൻ വാങ്ങിക്കുന്നത് കട്ട് ചെയ്തിട്ടോ വേറെ എന്തെങ്കിലും കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് ആക്കാൻ പറ്റുവാണെങ്കിൽ എൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സക്സസ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യം. അങ്ങനെ ശീലിപ്പിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ജോലി കിട്ടിയ സമയത്ത് സാലറി കിട്ടുന്ന ഒരു എമൗണ്ട് 50% കൂടുതൽ ഞാൻ കൊണ്ടുവന്ന് ഈ ബോക്സിനകത്തിട്ട് ഒരു സെറ്റ് എൻ്റെ കൈ വയ്ക്കും, ഒരു സെറ്റ് ഞാൻ അക്കൗണ്ടിന് എൻ്റെ പോസ്റ്റൽ അക്കൗണ്ടിൽ തന്നെ വയ്ക്കും. അതിൽ നിന്നാണ് ഞാൻ സിനിമ കാണാനും ഫ്രണ്ട്സിന് വേണ്ടി ചിലവാക്കാനും കറങ്ങാനും ട്രാവൽ ചെയ്യാനും ഒക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഗേൾ ഫ്രണ്ട്സിനൊക്കെ യൂസ് ചെയ്തിരുന്ന ആ പൈസ അതായിരുന്നു ആ തേർഡ് പോർഷൻ. ഞാൻ ഒരുപാട് ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ വിശ്വാസം ഒരുപാട് ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പൈസ എന്ന് പറയുന്നത് എൻ്റെ മാത്രമല്ലെന്ന് ഞാനൊരു വിശ്വാസം എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. കാരണം വീട്ടിലെ പൈസ എല്ലാവർക്കും കൂടെ ചേർത്താണ് അപ്പം അത് കൈകാര്യം ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് രസമായിരുന്നു. ഓക്കെ, അങ്ങനെ +2 കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അപ്പന് മനസ്സിലായി ഞാൻ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പഠിക്കത്തില്ലെന്ന് അപ്പന് തോന്നൽ ശക്തമായിട്ടാണ്. എൻ്റെ 10 മാർക്ക് വന്നു +2-ന്. എൻ്റെ കൂട്ടുകെട്ട്, അതായത് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഭയങ്കര വലുതായിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ മനസ്സിലായി. പുള്ളി പറഞ്ഞ് പഠിക്കാൻ പുറത്ത് പോക്കണം, അതായത് പഠിക്കുന്ന എന്തായാലും പുറത്തായിരിക്കും, നിർബന്ധിച്ച് PSC കോച്ചിങ് എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ടത് +2 കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാൻ വീട്ടിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഞാൻ നിർത്തി. ഞാൻ +2 ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് റിസൈൻ ചെയ്തു. അല്ല, തൊട്ടടുത്ത വർഷമായപ്പോഴത്തേക്ക് വീട് വീണ്ടും പ്രശ്നമായി. കാരണം അപ്പോഴത്തേക്ക് വസ്തു വിറ്റു, സ്ഥിര വരുമാനം നിന്നു. അല്ല, നിങ്ങൾക്ക് ബാങ്കിൽ FD-ലിട്ട് പൈസ എടുക്കാനും പറ്റില്ല? ഇല്ല, അപ്പനങ്ങനെ എടുക്കാറില്ല. കൃഷി ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഈ റബ്ബർ കൂടാതെ സ്ഥലം വിറ്റ് ഒരു വലിയ എമൗണ്ട് കിട്ടുമ്പോൾ കുറെ കട ഉണ്ടായിരുന്നത് തീർത്തു. ചേട്ടനെ ജനറലി ഇപ്പൊ ഇൻട്രസ്റ്റ് എടുക്കാൻ പറ്റൂല എന്നുള്ളതല്ലേ, അപ്പൊ ബാങ്ക് ഞങ്ങൾ രണ്ടുപേരും വലിയ പൈസ ഇട്ട് തന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എക്സാം ഫീസും മറ്റേ കോഴ്സ് ഹോസ്റ്റൽ എല്ലാം ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നു. എനിക്കൊരു എമൗണ്ട് എനിക്ക് 2 രൂപ 2.5 രൂപ ഇട്ട് തന്നു തോന്നുന്നു. അനാസിക്കയ്ക്ക് അതിലും കൂടുതൽ എമൗണ്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞങ്ങളത് ഹാൻഡിൽ ചെയ്തോളാം പറഞ്ഞത്. ഞങ്ങൾക്ക് ആ പൈസ ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്ക് അത്ര എമൗണ്ട് അപ്പം തന്നായിരുന്നു. എനിക്കത് പുള്ളിക്കത് കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഇത്രയും നാളായിട്ട് അവനാണല്ലോ ഇത് കൈകാര്യം ചെയ്യുന്നുള്ളൂ. പക്ഷെ ഞാൻ 3 വർഷമായി അടിച്ചത്. എന്നിട്ട് ലാസ്റ്റ് വർഷം ഞാൻ കിടന്നൊരു പാട് വിട്ടായിരുന്നു. എൻ്റെ എനിക്ക് പുറത്തേക്ക് പോയപ്പോൾ നമുക്ക് കിട്ടിയൊരു ഫ്രീഡം, എനിക്ക് ഭക്ഷണം കഴിക്കാനും സിനിമ കാണാനും കുറച്ചുകൂടെ ഫ്രീഡം കിട്ടിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചോർന്നാൻ തുടങ്ങി. പിന്നെ എനിക്ക് അന്നും ഞാൻ ഫ്രണ്ട്സിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഇയർ ആയപ്പോൾ അനാസിക്ക അപ്പോഴത്തേക്ക് GP എടുത്ത് എനിക്ക് കുറച്ച് പൈസ റോൾ ചെയ്ത് തിരിച്ചു തന്നു. അനാസിക്ക പഠിച്ചുകൊണ്ടിരുന്നിട്ട് ജനറൽ പ്രാക്ടീസിന് പോയിട്ട് അനാസിക്ക കുറച്ച് പൈസ റോൾ ചെയ്ത് തന്നിട്ടാണ് ഞാൻ ഫൈനൽ ഇയർ പിടിച്ചു തന്നത്. ഇല്ലെങ്കിൽ ഞാൻ മുമ്പിൽ
സോ അങ്ങനെ അച്ഛൻ എന്നെ വീട്ടിലെ പരിപാടിയിൽ നിന്ന് നിർത്തലാക്കി വിട്ടു. ഞാൻ ഇതിന് പോയി. അവിടെ പാർട്ട് ടൈം ജോലി ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ പൈസ വന്നാൽ നമുക്ക് ഭയങ്കര ലാവിഷാണ്. ഞാൻ ഒന്നും ഏൺ ചെയ്തിട്ടില്ല എഞ്ചിനീയറിംഗ് കാലഘട്ടത്തിൽ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഫൈനലി 5 ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടിപ്പോൾ എനിക്ക് മനസ്സിലായി മുമ്പ് ബാക്ക് പേപ്പറിൻ്റെ ബഹളമാണ്, വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു 5 പേപ്പർ സപ്ലി ഉണ്ട്, എനിക്കൊന്ന് 10-30 പേപ്പർ സപ്ലി ഉണ്ട്, ഒരു 5 പേപ്പർ സപ്ലി ഉണ്ട്, എനിക്ക് 1 വർഷം കൂടെ തന്നെ എൻ്റെ പകുതിയെങ്കിലും എഴുതി ഞാൻ അടുത്ത വർഷം തിരുവനന്തപുരത്ത് നിന്ന് എഴുതിയെടുത്തോളാം എന്ന് പറഞ്ഞു. പിന്നെ മരണപ്പാച്ചിലായിരുന്നു പൈസ ഉണ്ടാക്കണം. അങ്ങനെയാണ് ഹോസ്റ്റൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 2011 വീണ്ടും അടുത്ത പരിപാടി വീണ്ടും ഇല്ല സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞത്. പിന്നെ പതുക്കെ പറഞ്ഞത്. പിന്നെ അവർക്ക് മനസ്സിലായി ഇത് എങ്ങോട്ടേക്ക് പോകുന്നവർക്ക് കാര്യം മനസ്സിലായി. പക്ഷേ 2011 ഞാനൊരു ജൂനിയർ പയ്യൻ വിവേകിൻ്റെ കൂടെ ഒരു ലോഡ്ജ് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഇക്ക നമുക്കൊരു വീട് എടുക്കാം, ഇക്കയ്ക്ക് ഇത്രയും കോൺടാക്ട്സ് ഉണ്ടല്ലോ, നമുക്ക് ഹോസ്റ്റലിൽ ഇക്കയെ കാണിച്ച് നമുക്ക് ചെയ്യാൻ. അവരും പ്രോത്സാഹിപ്പിച്ച് തന്നെ ഹോസ്റ്റലിൽ. അപ്പം ഞാൻ ഒരു പയ്യനും ഉണ്ട്, ക്യാമ്പസിനകത്തൊരു പയ്യനുണ്ട്. അങ്ങനെ ഞങ്ങളൊരു വീട് റെൻറ്റിനെടുത്തു 10,000 രൂപയ്ക്ക്. എൻ്റെ പാർട്ട്ണറായിരുന്നു. 10,000 രൂപയ്ക്ക് റെൻ്റ് എടുത്തു. ഒരു വീട് റെൻ്റ് എടുത്തിട്ട് കാര്യവട്ടം ക്യാമ്പസ് ഞങ്ങൾ അനൗൺസ് ചെയ്തു നമുക്കൊരു ഹോസ്റ്റൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സുരേഷ് എന്ന സാറുണ്ടാകത്ത്, സാറിന് ഭയങ്കര കാര്യമാണ്, ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിലുള്ള പുള്ളിയോട് പോയി പറഞ്ഞു, ജൂനിയേഴ്സിന് ഇത്തവണ ഫുഡും അക്കോമഡേഷനായിട്ട് ഹോസ്റ്റലുണ്ട്, 2,500 രൂപയ്ക്ക് ഒരാൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. 10 പേരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ 10 പേര് നമ്മൾ ആ വീട്ടിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെറ്റായി വന്നു. അല്ല, ആദ്യം 6 പേരെ വന്നുള്ളൂ. അപ്പം ലാഭമാണ്. 6 പേര് വന്നാൽ 15,000. അഡ്വാൻസിന് കുറച്ച് പൈസ ഞാൻ റോൾ ചെയ്തു. എൻ്റെ കൂടെ പഠിച്ചിട്ട് ജോലിക്ക് പോയ പയ്യന്മാരുടെ ഫസ്റ്റ് സാലറി വന്നപ്പോൾ അവൻ്റെ സാലറി അപ്പാടെ വാങ്ങിച്ചിട്ട് 3 ദിവസത്തിനകത്ത് തരാമെന്ന് പറഞ്ഞു. അവൻ്റെ സാലറി വാങ്ങിച്ച് ഇത് അഡ്വാൻസ് ക്ലോസ് ചെയ്തു. ഈ വീടിൻ്റെ അഡ്വാൻസ് ക്ലോസ് ചെയ്തു. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ഞാൻ 2 പേരുടെ നിന്ന് പൈസ വാങ്ങിച്ചു. ഒന്ന് ജിഷ്ണു ആയിരുന്നു തോന്നുന്നു, രണ്ടാമത് അസിനാണ്. 2 പേരുടെ നിന്ന് പൈസ മറിച്ചു. 40,000 രൂപ മറിച്ചു. ഇവരുടെ നിന്നെല്ലാം 6,000 രൂപ വെച്ച് 5,000 രൂപ വെച്ച് അഡ്വാൻസ് വാങ്ങിച്ചു. പിള്ളേരുടെ നിന്നല്ല ഈ പൈസ എടുത്തിട്ട് ഈ മറിച്ച പൈസ തിരിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ ഒരു ചേച്ചി ഫുഡ് കൊടുക്കുന്ന ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി എടുത്തൊരു നമ്മൾ പറഞ്ഞു, ഞാൻ ഫുഡ് വന്ന് എടുത്തോളാം, 1 മാസം ഇത്ര രൂപയ്ക്ക് ഫുഡ് തരണം എന്ന് പറഞ്ഞ് വാങ്ങിച്ച് 6 പേർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പം തന്നെ ബ്രേക്ക് ഈവനായി, പ്രശ്നം സോൾവായി. എന്നിട്ട് അവിടെ നിന്നോട്ട് നിറച്ചത് ഹോസ്റ്റൽ ഹൗസ്ഫുള്ളാക്കി. 6 എന്നുള്ളത് 10 ആക്കി. 10 ആക്കിയപ്പോൾ ലാഭം ഇങ്ങനെ കൊട്ടുവാ. 6 തന്നെ സെറ്റാ, പൈസ വരുന്നുണ്ട്. പിന്നെ വരുന്നൊക്കെ ലാഭമാണ്. പിന്നെ 4 പേര് വന്നാൽ 4 പേരുടെയും പൈസ ഫുൾ ലാഭമാണ് നമുക്ക്. അപ്പം വിവേക് വീട്ടിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട്. വിവേകിന് ഫുള്ള് കവാൻ നോക്കി ഷവർമ കഴിക്കും. വിവേക് എന്ന് ഷവർമ മൂടാ. ഞാൻ 2-3 ദിവസം നിന്നു. പിന്നെ മനസ്സിലായി ഇവൻ പൈസ ചിലവായി തീർത്ത് കളയുന്നു. പിന്നെ അവനെയും ഞാൻ ഹോസ്റ്റലിനകത്തോട്ട് വളർത്തുന്ന പോലായിരുന്നു. അത് അടിപൊളി പരിപാടിയായിരുന്നു ഹോസ്റ്റൽ. പിന്നെ ഹോസ്റ്റൽ അടുത്ത വർഷമായപ്പോൾ ഫസ്റ്റ് ബാച്ച് ഹോസ്റ്റലിൽ നിന്ന് മാറുന്നില്ലെന്ന്. സാധാരണഗതിയിൽ പുതിയൊരു ബാച്ച് വന്നാൽ അവർ ഹോസ്റ്റലിൽ നിൽക്കും, എന്നിട്ട് പുറത്തേക്ക് മാറി വീടെടുത്ത് താമസിക്കും. പക്ഷേ ഈ ബാച്ച് മാറുന്നില്ലെന്ന്, നമ്മളോട് നിൽക്കാമെന്ന് പറഞ്ഞാൽ അവർ ഞങ്ങൾക്ക് വേറെ നോക്കണ്ട. അവർ കംഫർട്ടായിരുന്നു. നമ്മൾ വലിയക്കക്ക കൊച്ചിക്കക്ക, അതായത് വിവേകമുണ്ട് ഹോസ്റ്റലിലെ കോളേജിലെ 3rd ഇയർ പയ്യനുണ്ട് കൂടെ. ഞാൻ സൂപ്പർ സീനിയർ പാസ് ഔട്ട് ആയിട്ട് ഇവിടെ സിവിൽ സർവീസ് കോച്ചിങ്ങിന് നിൽക്കുന്ന ആള് എന്നാണ് നമ്മൾ ഇവരുടെയൊക്കെ പേരൻസിനെ പറഞ്ഞു വരച്ച് വെച്ചിരുന്നത്. അതായത് സപ്ലി ഉണ്ട്, സപ്ലി ഇടാൻ നിൽക്കാന്ന് പറഞ്ഞ ഇവര് വീട്ടുകാർ നിർത്തത്തില്ല. നിങ്ങൾ അവിടെ സപ്ലി എഴുതി ഒരു എഫേർട്ട് ഇട്ടിരുന്നോ അതോ? ഇല്ല. എനിക്ക് പഠിക്കാനുള്ള മൂഡ് പോയി പ്ലസ് 2 കഴിഞ്ഞപ്പോ തന്നെ. ഞാൻ ഏത് വർഷത്തിലാണ് ഡിഗ്രിയെ വേണ്ട എന്നൊരു സാധനം തീരുമാനം? അത് ഞാൻ കഴിഞ്ഞ വർഷം തീരുമാനിച്ചു. ഞാൻ എഴുതാം പഠിക്കാം എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുന്നത്. ഈ വർഷം വേണ്ട, അടുത്ത വർഷം പതുക്കെ എഴുതാം ഇല്ല, ചുമ്മാ പറഞ്ഞില്ല. ഞാൻ പണ്ടും അങ്ങനെ പ്ലാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ബാക്ക് പേപ്പറിൻ്റെ കാര്യം പറയാൻ പറ്റാത്തത് നമ്മൾ അവരോട് പറഞ്ഞത്, ഞാൻ ബിടെക് പാസ് ഔട്ടായി നിൽക്കുന്നു, ഇപ്പോൾ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോകും. അപ്പോൾ കേരള ഗവൺമെൻറ് സിവിൽ സർവീസ് കോച്ചിങ് സെൻ്റർ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വേറെ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെയൊക്കെ കാര്യം മൊത്തം അറിയാം. അതിൽ എന്തെങ്കിലും ഡൗട്ട് വെച്ചാൽ അതൊക്കെ ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ പറയും. അപ്പോൾ കേൾക്കുന്നവരുടെയൊക്കെ വിചാരം ഇതാണ്. അവിടുന്ന് അഡ്മിഷൻ എടുത്തിട്ട് പഠിക്കാൻ നിൽക്കും. അപ്പോൾ പാർട്ട് ടൈം ബിസിനസ്സാണ്. അപ്പോൾ ഭയങ്കര അംബീഷ്യസ് ആയിട്ട് മനുഷ്യൻ്റെ ഉള്ളിൽ നിർത്തുന്നത് എന്ത് പേടിക്കേണ്ടത്, പിള്ളേരെല്ലാം കൊണ്ട് നിർത്തിയിട്ട് പോയി. ആ വർഷം കഴിഞ്ഞ് അവന്മാർ മാറുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഹോസ്റ്റലെടുത്തു. സെക്കൻഡ് ഹോസ്റ്റൽ വേറെ തൊട്ടടുത്ത ജംഗ്ഷനിലെടുത്തു. അവിടെയും പുതിയ ബാച്ചിലെ പിള്ളേരെ കൊണ്ട് നിറച്ചു. ടെക്നോ പാർക്കിൽ നിന്നൊരു ടെക്കി ഉണ്ടായിരുന്നു അവിടെ താമസിക്കാൻ. അതുകൂടെ ആയപ്പോഴത്തേക്ക് എൻ്റെ ഫസ്റ്റ് ഞാൻ 2013 സാലറി വാങ്ങുന്ന സാലറിയേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് എനിക്ക് 2 ബിസിനസ്സിൽ നിന്നുണ്ടായിരുന്നു. അതൊരു 8 ഹോസ്റ്റലായി 16 അങ്ങനെ വളർന്നേനെ. പക്ഷെ ജോലി കിട്ടിയപ്പം ഈ കാലഘട്ടത്തിൽ നിനക്ക് ശല്യമായാലേ സമാധാനപരമായി പൊക്കോണ്ടിരുന്നപ്പോ ഒരു മനുഷ്യന് ജോലി കിട്ടിയിട്ട് അവിടെ ജീവിതം തകർന്നു പോയത്. അല്ലെങ്കിൽ അങ്ങനെ രംഗബോധമില്ലാത്ത കോമാളിയാണ്, രംഗബോധമില്ലാത്ത കോമാളിയാണ് ഇവന്റെ ജോലി. എനിക്ക് 2013 ജോലി കിട്ടി. ശരിക്കും ജോലി കിട്ടിയ കഥ എങ്ങനെയാണ്, എനിക്കൊരു കല്യാണാലോചന കിടന്ന് കറങ്ങുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ ഈ ജോലി ഇല്ലാത്തതുകൊണ്ട് ഇത് വരാത്തതെന്നാണ് വീട്ടുകാരുടെ വിചാരം. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല അലയൻസാണ്, വേണമെങ്കിൽ പിടിച്ചാലോ എൻ്റെ മനസ്സിലൊരു സാധനമുണ്ട്.
അപ്പോൾ അബു അനാസിക്ക കെട്ടുന്നില്ലെന്ന് നിൽക്കും. അപ്പോൾ എന്നെ ആദ്യം കെട്ടിച്ചാലെന്നൊക്കെ ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ അബു എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. അബു എക്സാം എഴുതി എന്തിനാന്ന് പിന്നെ നമുക്ക് മനസ്സിലായത്. അബുവിൻ്റെ പ്രേമമുണ്ടല്ലോ. അപ്പോൾ അബു എന്തിനാ എക്സാം എഴുതി നമുക്ക് പിന്നെ മനസ്സിലായത്. അബു പ്രേമം പിടിക്കാനുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ അബു PSC കോച്ചിങ്ങിന് പോയിട്ട് എഴുതുമ്പം എനിക്കൂടെ എഴുതും, എനിക്കൂടെ അപ്ലൈ ചെയ്യും. ഇവന് കൂടെ പോരാൻ പറ്റും. ഞാൻ കൊച്ചിയിലൊക്കെ എറണാകുളം എക്സാം എഴുതാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പോസ്റ്റ് അസിസ്റ്റന്റ് ടെസ്റ്റ് വിളിച്ചപ്പോഴത്തേക്ക് അവനാണെങ്കിൽ അറിയാതെ മറ്റേ ഡയലോഗ് വരും, കയ്യിൽ 500 രൂപ കൊടുത്തു തരുന്ന അഹങ്കാരത്തിന് മറ്റേ സ്റ്റാൻഡപ്പ് സെറ്റ് കയറി വരിക. അവനത് എൻ്റെ പേരിലും ഫീസ് അടച്ച് എനിക്ക് എക്സാം രജിസ്റ്റർ ചെയ്താണ് പോസ്റ്റ് അസിസ്റ്റന്റ് ഞാൻ എഴുതുന്നത്. അല്ലെങ്കിൽ ഞാൻ എഴുതത്തില്ല, കാരണം ഞാൻ ബിസിനസ് ഒക്കെ ചെയ്ത് കൂളായിട്ട് നടക്കുന്ന സമയമാണ്. എനിക്ക് പൈസ വരുന്നുണ്ട്. ഞാൻ സത്യം ചെറുത്, എനിക്ക് 19,000 രൂപ ഫസ്റ്റ് സാലറി, ഞാൻ 25,000 രൂപ ഉണ്ടാക്കുന്നത് മാത്രമേ. ഞാൻ വീട്ടിൽ പൈസ കൊടുക്കുന്നുണ്ടെന്ന്. ഞാനും ചേട്ടനാണ് വീട്ടിൽ പൈസ കൊടുക്കുന്നത്. അബു വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ അക്ഷയ സെന്റർ ജോലിക്ക് പോകുന്നു. അങ്ങനെ വീട്ടിൽ പൈസ സെറ്റായി. നമ്മള് വീട്ടിൽ പിള്ളേരെ കുടുംബം നോക്കുന്ന സെറ്റാണ്. ജോലി കിട്ടിയില്ലായിരുന്നു, ഞാൻ ബിസിനസ് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാൻ പോയി. ഇതൊരു വലിയൊരു ചെയിനായി ചിലപ്പോൾ, കാരണം ഇപ്പോഴും ആ സ്കോപ്പ് ഇപ്പോഴും കഴക്കൂട്ടത്ത് മാറിയിട്ടില്ല. അതായത് അവിടെ അക്കോമഡേഷൻ, ഫുഡ് സെറ്റപ്പ് ഇത് വൃത്തിക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള സാധനം സ്റ്റിൽ വേക്കന്റ് ആണ്. എന്നും ഇൻസ്റ്റയിലൊക്കെ ഈ ബിസിനസ് ഐഡിയ പറഞ്ഞു കൊടുക്കുന്ന തരം പരിപാടികളുണ്ട്. അതുപോലെ ഇപ്പൊ ആരെങ്കിലും വിറ്റോക്സിൽ ഒരാള് സക്സസ് ആയി, നമുക്കൊരു 1000 സൂപ്പർ താങ്ക്സ്. അപ്പൊ ഇവിടെ ആരായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ എക്സാം എഴുതാൻ പോയി. അപ്പൊ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഇവന്മാരുടെ ഹോസ്റ്റലിലാണ് വന്ന് നിന്നത്. അബുവിന്റെ കൂട്ടുകാർ PSC കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹോസ്റ്റലിലെ പിള്ളേർ വെക്കേഷനൊക്കെ പോകുന്ന ഏതാനും ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും എയർപോർട്ടിൽ വന്നാൽ എൻ്റെ ഹോസ്റ്റലിലാണ് വന്ന് നിൽക്കുന്നത്. ഇത് നേരത്തെ വന്നിട്ട് അങ്ങനെ ഫ്രഷപ്പ് ആവുന്ന സമയമാണ്. അപ്പോൾ ഇവന്മാർ അഡ്ജസ്റ്റ് ചെയ്യും, എന്തെങ്കിലും ആവശ്യം ഇവന്മാർ മാറി കിടക്കുകയും ചെയ്യും. ഇപ്പോൾ അതൊരു ബിസിനസിന്റെ അപ്പുറത്ത്, ഫസ്റ്റ് ഹോസ്റ്റൽ ബിസിനസിന്റെ അപ്പുറത്തൊരു വീടാണ്. ഈ വലിയേട്ടനും പിള്ളേരുമാണ്, ഇക്കയുടെ പിള്ളേരുമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് മാറിക്കഴിഞ്ഞു. ബിസിനസ് അല്ല ഇപ്പോൾ ഇത്. ഇക്കയ്ക്ക് വരുമാനം ഉണ്ടാക്കണേ അവന്മാർ വീട്ടിൽ നിന്ന് പൈസ അവന്മാർക്ക് ഇക്കടെ കൂടെ നിന്നാൽ മതി. ആ ലെവലിലാണ്. ഈ പയ്യനാണ് നമ്മള് പന്നപ്പള്ളി കണ്ടപ്പോ പയ്യൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ഹോസ്റ്റലിലെ പയ്യനാണ്. നിങ്ങൾ ഈ രണ്ടാമത്തെ വർഷം നിർത്തിയപ്പോ ഇവർക്ക് ഭയങ്കര വിഷമമായി. അതാ പിന്നെ ബിസിനസിന്റെ അപ്പുറത്ത് ഇത് റൈവലറി ഒക്കെ ആയി. രണ്ടാമത്തെ ഹോസ്റ്റലിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ കുറെ നാൾ പറ്റിയില്ല. അപ്പോഴത്തേക്ക് അവർക്ക് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ അവർ മാറുന്ന സിറ്റുവേഷൻ, അവർക്ക് അവരോട് അത്ര അറ്റാച്ച്മെന്റ് നമുക്ക് വന്നില്ല. എനിക്ക് മനസ്സിലായി സെക്കൻഡ് ഹോസ്റ്റലോട്ട് നമുക്ക് നമ്മളൊരിടത്ത് പോയി നിന്ന് ബിസിനസ് ചെയ്യുന്നതും ഇത് ഞാൻ ഇവിടെ നിന്നുകൊണ്ടാണ് മറ്റേ ഹോസ്റ്റൽ റൺ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്നോട് പേഴ്സണൽ അറ്റാച്ച്മെന്റ് കമ്മിറ്റ്മെന്റ് ഇല്ല പിള്ളേർക്ക്. ഞാൻ ഇടയ്ക്ക് പോയി നോക്കും. പക്ഷെ ഞാൻ സ്റ്റേ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കുന്ന ഇവന്മാർക്കാണ്. അപ്പുറത്ത് ഇടയ്ക്ക് പോയി വിസിറ്ററാണ്, ഞാൻ ബിസിനസ്സുകാരനാണ് അപ്പുറത്ത്. ഈ ഹോസ്റ്റൽ സിക്കയ്ക്ക് വിറ്റോക്സ് പോലെ മറ്റേത് സ്റ്റാൻഡപ്പ് പോലെ ആൾക്കാർ അത്ര മനസ്സിലാക്കുന്നില്ല. വിറ്റോക്സ് കാണുന്നവർക്ക് സിക്കയുടെ കൂടെ വേണം. അപ്പൊ അതെനിക്ക് മനസ്സിലായി. അവിടെ എല്ലാ വർഷം റൊട്ടേറ്റ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിലായി. അതായത് എല്ലാ വർഷം ആള് മാറും. ഫസ്റ്റ് ഇയർ പിള്ളേർ പോകും, കൺഫേം ആണ്. അടുത്ത ബാച്ചിലെ പിള്ളേർ നിറയ്ക്കുക, അല്ലെങ്കിൽ ടെക്കീസിന് നിറയ്ക്കുക, അതാണ് എൻ്റെ ഓപ്ഷൻ എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് എക്സാം സമയത്ത് അബു ഇവിടെ വരുന്നത്, എന്നെ രജിസ്റ്റർ ചെയ്യിക്കുന്നത്. അബു തലേന്ന് നിങ്ങൾ നിർത്തിപ്പോയപ്പോ ഫസ്റ്റ് ഹോസ്റ്റലുകാർക്ക് വിഷമമായില്ല, കാരണം അവരപ്പോ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് പറയാം. ഞാൻ അന്ന് കംപ്ലീറ്റ് ചെയ്തേക്കല്ലേ മൊത്തം എൻ്റെ കഥയായി. അപ്പൊ അബു വന്നു എക്സാമിന്. അവന്മാരെല്ലാം എക്സാം സെന്ററിൽ കൊണ്ടാക്കി. ഇതൊക്കെ സത്യം ഞാൻ പറയുന്നത്. അവന്മാരെല്ലാം എക്സാം സെന്ററിൽ എനിക്ക് തിരുവനന്തപുരം ഇങ്ങനെ അറിയാം. ഞാൻ തിരുവനന്തപുരം കിടന്ന് എനിക്കെല്ലാം മേഖലയെ അറിയാം. വണ്ടി എടുത്തു, ഒരു ബൈക്ക് എടുത്ത് ഞങ്ങൾ. എന്നിട്ട് ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഹോസ്റ്റലുണ്ടല്ലോ, എല്ലായിടത്തും കൊണ്ട് കൊടുക്കണം. എന്നിട്ട് പിള്ളേർക്ക് നേരത്തെ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഞാൻ സിനിമയ്ക്ക് കൊണ്ട് പിള്ളേർ, ഞാൻ ബൈക്കിൽ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യും. പിള്ളേർ ബസ്സിൽ കയറി വരും, രാത്രി സെക്രട്ടറിക്ക് പോകും. അങ്ങനെ ഭയങ്കര വൈബ് പരിപാടിയാണ്. അപ്പോൾ ഇവന്മാർ വന്ന് എക്സാം തലേന്ന് വന്നു. അബുക്ക് ഇവന്മാരെ എക്സാം സെന്ററിൽ കൊണ്ടാക്കി. ഞാൻ എൻ്റെ എക്സാം സെന്ററിൽ ലേറ്റ് ആയിട്ടാണ് പോയത്. എക്സാം എഴുതി, റിസൾട്ട് ഞാൻ കറക്കി കുത്തി. ഞാൻ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. അബുവിനും കൂട്ടുകാർക്ക് ഒന്നും കിട്ടിയില്ല, എനിക്ക് ജോലി കിട്ടി. അപ്പോൾ ജോലി കിട്ടിയപ്പോൾ കൺഫ്യൂഷനായി എന്ത് ചെയ്യണം എന്നുള്ളത്. ഇന്റർവ്യൂ ഇല്ലായിരുന്നു. അല്ല, അബു വീട്ടിൽ നിൽക്കുന്ന ജോലിക്ക് ഇന്റർവ്യൂ ഇല്ലായിരുന്നു. ഇല്ല, ഇന്റർവ്യൂ ഇല്ലായിരുന്നു. പരീക്ഷയുടെ മാർക്ക്, സർട്ടിഫിക്കറ്റ് ക്ലിയറൻസ് മാത്രമാണ്. ഇപ്പോഴും ഇന്റർവ്യൂ ഇല്ല. അല്ലെങ്കിൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് താഴെയുള്ളതിനൊന്നും ഹയർ സെക്കൻഡറി എൻ്റെ ക്വാളിഫിക്കേഷൻ, അത് +2 ഇന്റർവ്യൂ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പരീക്ഷ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, അതെ പരീക്ഷ ക്ലിയർ ചെയ്തില്ലായിരുന്നു. ഇപ്പൊ അനീസിക്ക അവിടെ തന്നെ പരീക്ഷ കഴിഞ്ഞ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ക്ലറിക്കൽ ജോബ് ആയിട്ട് ടൈപ്പിംഗ് ടെസ്റ്റ് ശ്രദ്ധിക്കുന്നത്, ടൈപ്പിംഗിൻ്റെ അക്യുറസിയും സ്പീഡ് നോക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. അപ്പോൾ 2013 ജോലി കിട്ടി. 2011 ഹോസ്റ്റൽ തുടങ്ങി. 2 വർഷമായി. ജോലി കിട്ടിയപ്പോൾ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു. എന്നിട്ട് ഞാൻ പോയി വന്ന് ഹോസ്റ്റൽ നോക്കാൻ. ഇപ്പോൾ ഇവന്മാർ മാറുന്നില്ല എന്നുള്ള. അപ്പോൾ വിവേക് ഫൈനൽ ഇയറിലാണ്. അപ്പോൾ വിവേക് ഒരു വർഷം കൂടെ കാണുമെന്നറിയാം. ഹോസ്റ്റൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് പത്തനംതിട്ടയ്ക്ക് ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് പത്തനംതിട്ട ഷട്ടിൽ അടിക്കും. അന്ന് ട്രിവാൻഡ്രം പത്തനംതിട്ട ഷട്ടിൽ അടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 4 വർഷം അവന്മാർ ബാച്ച് പാസ് ഔട്ട് ആകുന്നതിൻ്റെ ഹോസ്റ്റലിൽ നിന്നും മറ്റേ ഹോസ്റ്റൽ ക്ലോസ് ചെയ്തു. 1 വർഷം കഴിയുമ്പോൾ, അതായത് ഞാൻ ജോലി കിട്ടിയ അടുത്ത വർഷം മറ്റേ ഹോസ്റ്റൽ ക്ലോസ് ചെയ്തു. ഈ ഹോസ്റ്റൽ ഈ പയ്യന്മാർ പാസ് ഔട്ട് ആകുന്നതിന് കണ്ടിന്യൂ ചെയ്തു. 4 വർഷം കണ്ടിന്യൂ ചെയ്തിട്ട്
15 വിട്ടു. ഞാൻ ഈ ജോലി വിട്ട് 2 വർഷം എനിക്ക് ബിസിനസ് പാർട്ട് ടൈം സൈറ്റിലുണ്ടായിരുന്നു. അതായത് 15 പിന്നെ പോയി നോക്കുന്നതും പുതിയൊരു ബാച്ചിനെ കണ്ടുപിടിച്ചിരുന്നതും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് മാറി. അനാസിക്ക കുറച്ചാൾ വന്നിട്ട് ട്രിവാൻഡ്രത്ത് അന്ന് വർക്കിന് പോകുന്ന സമയത്ത് കുറച്ചാൾ ഹോസ്റ്റലിൽ നോക്കാൻ വന്നിരിക്കുമായിരുന്നു. അബുവിനെ നിർത്തുന്നതിന് നമ്മൾ ആലോചിച്ചില്ല. അബുവിന് അങ്ങനെ വലിയ പ്ലാൻ ഇല്ലായിരുന്നു. അബു ഒന്ന് അക്ഷയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പാർട്ട് ടൈം ആയിട്ട് വേറൊരു മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അബു വീട്ടിൽ നിന്ന് മാറത്തില്ല സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ വിവേക് ബ്രോയ്ക്ക് ഒറ്റയ്ക്ക് നടത്താനുള്ള ഒരു പരിപാടി ഇല്ലായിരുന്നു. ഇല്ല, അവനെ സംബന്ധിച്ചിടത്തോളം ആ പഠിക്കുന്ന സമയത്ത് ഒരു പാർട്ട് ടൈം ജോബ് ഇതായിട്ട് അവൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ വൈബ് മാത്രമേ ഉള്ളായിരുന്നു. അവനൊരു വർഷം എൻ്റെ കൂടെ ആണെന്ന് ഉഴപ്പി. അവന് 10-35 പേപ്പർ സപ്ലി ഉണ്ടായിരുന്നു. അവനൊരു വർഷം ഗേറ്റ് കോച്ചിങ് എന്ന് വീട്ടിൽ പറഞ്ഞിട്ട് അവൻ ഹൈദരാബാദിൽ പോയി ഗേറ്റ് കോച്ചിങ് എടുത്തു. ഗേറ്റ് കോച്ചിങ് എടുത്ത് ഒറ്റ വർഷമാണ് 35 പേപ്പർ ക്ലിയർ ചെയ്തു. ഞാൻ കണ്ട ഏറ്റവും മാസ് കമ്പാക്ക് അവൻ്റെയാണ്. നമ്മൾ ബാംഗ്ലൂർ ഷോയ്ക്ക് നമ്മളെ കാർ കൊണ്ട് നടന്ന് വീട്ടിൽ വന്ന് ഓർക്കുന്നുണ്ട്, സ്വിഫ്റ്റ് കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന്. അതാണ് വിവേക്. ഇപ്പൊ ഇന്ത്യയിലെ കൊൽക്കത്ത ഇന്ത്യയിലാന്ന് തോന്നുന്നു. അപ്പൊ അവൻ അത് ഒറ്റ വർഷം കൊണ്ട് അത്രയും പേപ്പർ എഴുതി ക്ലിയർ ചെയ്തു. അവനത് എങ്ങനെ എഴുതി? എന്നിട്ട് അവൻ എംടെക്കിന് പോയി, എംടെക് പാസ്സായി, അവൻ ജോലി ചെയ്ത് ഇപ്പൊ സെറ്റിലാണ് ബാംഗ്ലൂർ. പുള്ളിയും രക്ഷപ്പെട്ടത് നിർത്തിയതുകൊണ്ടാന്ന് എനിക്ക് തോന്നുന്നു. സിക്കെ നോക്കുന്നുണ്ടോ നമുക്ക് ഹോസ്റ്റലാണ് തോന്നുന്നത്. പുള്ളിയെ അവിടെ പോയി കണ്ടപ്പോ എനിക്ക് തോന്നി പുള്ളി അതുകൊണ്ട് രക്ഷപ്പെട്ട് നിർത്തിയതുകൊണ്ട്. സിക്കയുടെ കൂടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ബാംഗ്ലൂർ പോകണം. ഇല്ല, ഞാൻ കാര്യം ചോദിക്കട്ടെ, അതായത് നിങ്ങൾക്ക് ഇത്രയും വരുമാനം ബിസിനസ്സിൽ കിട്ടുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ബിസിനസ് അത്ര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു, അതിന്റെ സൈഡിൽ ഈ ജോലിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ജോലി സെലക്ട് ചെയ്തത്? ഞാൻ എപ്പോഴും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എനിക്കിതിന്റെ ആവശ്യമില്ലെന്നുള്ള മോഡലാണ് ഞാൻ പോകുന്നത്. അപ്പൊ ആ ആറ്റിറ്റ്യൂഡ് കണ്ട വിവരിച്ച് എന്തോ വിവരമുള്ള മനുഷ്യനാണ്, ഇയാൾക്ക് ഇതിന്റെ ആവശ്യമില്ല. എനിക്കറിയാം സാലറി സ്കെയിൽ കാണുമ്പോൾ നമുക്ക് 20,000 രൂപ താഴെ വരത്തുള്ളൂ അറിയാം. അപ്പൊ ഇപ്പുറത്ത് 25 വരുമ്പോൾ ഞാൻ അതുകൊണ്ട് ആ പേടിയില്ലാത്തത്. അത് കേറി ആൾക്കാർ കേരള ജോലി കിട്ടിയാലേ കളയണ്ട. ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതിയോ? പിന്നെ ഇല്ലില്ല, അകത്തൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ എനിക്കത് കേറുമ്പം ഇത് നോക്കാൻ ഒരു മൂഡിലാണ് കയറുന്നത്. ഞാൻ ഫുൾ ഇതല്ല. അപ്പോഴും ഞാൻ ലീവ് എടുത്ത് ഞാൻ തിരുവനന്തപുരത്ത് ഹോസ്റ്റലിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പണ്ട് തൊട്ട് എന്നെ ലീവ് കറക്റ്റ് ആയിട്ട് തീർത്തോണ്ടിരിക്കുന്നതാണ്. എനിക്ക് ലീവ് ഭയങ്കര റെഗുലറാണ് ലീവ് എടുക്കാൻ. ആണ് ആൾക്കാർ എന്നോട് പറയും എന്റെ ഇത്രയും കറക്റ്റ് ആയിട്ട് ഒരു വർഷത്തെ ലീവ് എഴുതി എടുത്ത് ചില സമയത്ത് ലോസ് ഓഫ് പേയിലൊക്കെ ലീവ് എടുത്ത് ഞാൻ ട്രാവൽ പോകുമായിരുന്നു. അപ്പൊ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു അന്ന്. സിറ്റുവേഷൻസ് അതനുസരിച്ച് എനിക്ക് ഫേവറബിൾ ആണ്. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ എന്നോട് ഭയങ്കര അസൂയ. ഇവൻ ജോലിക്കും പോകുന്നുണ്ട്, ബിസിനസ്സിനും പോകുന്നുണ്ട്, കറങ്ങാനും പോകുന്നുണ്ട്, കൂളാണ്, ലീവ് എടുത്ത് സിനിമ കാണാൻ പോകുന്നു, ലീവ് എടുത്ത് വീട്ടിൽ നിന്ന് സിനിമ കാണുന്നു. അപ്പൊ അങ്ങനെ ഭയങ്കര കൂളായിട്ട് ചില്ലായിട്ട് പോയി. അപ്പോഴാണ് ഈ ഹോസ്റ്റൽ നിർത്തേണ്ടി വരുന്നത്. ഹോസ്റ്റൽ നിർത്തേണ്ടി വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു സൈഡിലത്തേക്കുള്ള പ്രവർത്തനം ഇതായപ്പോഴാണ് ഞാൻ വീണ്ടും എഴുത്തിലേക്കൊക്കെ തിരിച്ചു വരണത്. അതിനുമ്പ് എഴുതുമായിരുന്നു, സീരിയസ് ആയിട്ട് എഴുതണം. പിന്നെ എനിക്ക് എൻ്റെ ഈ അണ്ടിപ്പരിപ്പ് 100 ഗ്രാം എൻ്റെ ഒഴിവ് സമയങ്ങളിൽ എനിക്ക് എങ്ങനെ വിനിയോഗിക്കണം അറിയത്തില്ല. അങ്ങനെയായിരുന്നു ഓഫീസിനകത്തൊക്കെ ഇരുന്ന് നോവൽ എഴുതാൻ തുടങ്ങിയത്. നിങ്ങളുടെ ജോലി ഫുൾ ഒഴിവ് സമയം ഭയങ്കര. അതപ്പൊ സിക്ക മറ്റേ ഈ ജോലിയെ പറ്റി എഴുതിയേക്കുന്ന ബുക്കാണ് യു ആർ നോട്ട് മൈ ഫസ്റ്റ് ഹോപ്പ് യു ആർ ദ ലാസ്റ്റ്. വേഗം വർക്ക് തീർക്കുന്ന മോഡായിരുന്നു. ഒഴിവ് സമയം ഒന്നും കിട്ടുന്നില്ല. ടു സ്മാർട്ട് ആയിരുന്നു. പെട്ടെന്ന് പെട്ടെന്ന് വർക്ക് തീർത്ത് എല്ലാവരും ബുദ്ധിക്ക് വർക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. ആൾക്കാർ ഇപ്പോഴും പറയോടെ ആ സാർ ഇരുന്നെങ്കിൽ ഒന്നും അറിയണ്ടായിരുന്നു, ഓഫീസിൽ വന്ന് പെട്ടെന്ന് പോകുമായിരുന്നു. ഇപ്പം സ്വാഭാവികമായിട്ട് എല്ലാവരും വരുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബാങ്കിൽ പോയ നിങ്ങളാണ് ഫോം. ഞാൻ കാശ് ഡിപ്പോസിറ്റ് ചെയ്യാൻ വന്ന, പക്ഷെ ഏതോ ലോൺ ഉണ്ട് പരിപാടി ഏതൊക്കെ തീരുന്നു, പക്ഷെ പെട്ടെന്ന് പോരാ. അല്ല, വിഡ്രോവൽ ഫോം പൈസ എഴുതാൻ അവരുടെ കൈപ്പടയിൽ എഴുതണമെന്നാണ് റൂള്. നിങ്ങൾ ബാങ്കിൽ നിന്ന് ഒരിക്കലും ആരും എഴുതി തരത്തില്ല. ഞാൻ ഒരാളെ കൊണ്ട് എഴുതിക്കത്തില്ല. കാരണം പ്രായമുള്ളവരൊക്കെ അവരോട് ഇത് എഴുതാൻ പറഞ്ഞാൽ 3 മിനിറ്റ് ഇരിക്കും അവർ എഴുതാൻ. എന്നിട്ട് ഞാൻ കൂടെ ഇത് പറഞ്ഞ് എഴുതിപ്പിക്കേണ്ടി വരും. ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് എഴുതും, ഒപ്പിടാൻ എടുക്കും. മോനെ ഒപ്പിടാൻ വയ്യുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കാം അവരുടെ ഒപ്പ് നോക്കുന്നിട്ട് ഇല്ല ഇന്നത്തെ ജോലി പോകാൻ പോകണം. ആരെങ്കിലും കേസ് കൊടുത്താൽ മാത്രമല്ല, എൻ്റെ പൈസ കാണാൻ പോയിരുന്ന കേസ് കൊടുത്താൽ വേണം എനിക്ക് കേസ് എടുക്കാൻ പറ്റും എനിക്കെതിരെ. കാശ് വല്ലതും കിട്ടുമോ? അവർക്ക് ഇല്ല, എൻ്റെ കയ്യിൽ നിന്ന് എവിടുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്കെതിരെയാണ് കേസ്. പക്ഷെ അങ്ങനെ റൂറൽ ഏരിയ അവർ പോസ്റ്റ് ഓഫീസ് അവരുടെ വീട് പോലെ നമ്മൾ അങ്ങനെ ലെവലിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസിന് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല നാടുമായിട്ട്. ചെറിയ ഓഫീസുകൾക്ക് റൂറൽ ഓഫീസുകളെല്ലാം അവരുടെ സ്വന്തം പരിപാടി. അവർക്ക് എൻ്റെ അച്ഛൻ അവിടുത്തെ പോസ്റ്റ് ഓഫീസിലുള്ള ആൾക്കാരൊക്കെ അറിയാം. എന്നിട്ട് അവർക്ക് ജോലി പ്രൊമോഷൻ കിട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷമാണ്. അവരിപ്പോൾ അവിടെ ഇല്ല, അപ്പൊ ചോദിക്കും മറ്റേ ആളോട് ഇന്നയാൾ പോയോ. ആ ഒരു കണക്ഷൻ ഉണ്ട്. നല്ല രസമാണ് റൂറൽ പോസ്റ്റ് ഓഫീസ്. നല്ല രസമാണ്. എനിക്ക് ആദ്യത്തെ ഒരു 3 വർഷം വലിയ ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് ഞാൻ മാറിയ സമയത്തേക്ക് നിനക്ക് ആ ജോലിയിൽ ശരിക്കും ഒരു ഗ്രോത്തിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഞാൻ ഇൻസ്പെക്ടർ ടെസ്റ്റ് എഴുതി അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ സൂപ്രണ്ട് വരെ കയറി പോകാം. അവിടെ പോയി ഡിഗ്രി ഇല്ലാത്തത് 5 വർഷത്തെ സർവീസ് ഉള്ളവർക്ക് എഴുതി പോകാം. മുകളിലിരിക്കുന്ന പലർക്ക് ചിലപ്പോൾ ഡിഗ്രി കാണണമെന്നില്ല.
പക്ഷെ അത്ര സമയം എടുക്കും. അതായത് ഒരു കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിൽ പോസ്റ്റൽ ടെസ്റ്റ് എഴുതി വരുന്ന IP 26-കാരനാണെങ്കിൽ ഞാൻ ആ പോസ്റ്റിലെത്തുമ്പോൾ എനിക്ക് 32, 5-6 അത്രയും വ്യത്യാസം ഉണ്ടാകും. പിന്നെ ഒരു ലെവലുണ്ട്, ആ ലെവലിന് മുകളിലേക്ക് എന്തായാലും വളരാനും പറ്റത്തില്ല. അത് IPS-കാർക്ക്. IPS ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്. സിവിൽ സർവീസിനകത്ത് IPS ഉണ്ട്. അല്ല, അത് എന്റെ ഇതല്ല. സിവിൽ സർവീസ് ടെസ്റ്റിനകത്ത് IPS കിട്ടി വരുന്നവർക്ക് കിട്ടുന്ന ഒരു പോസ്റ്റ്. ഡോക്ടർമാരിലെ ഡെന്റിസ്റ്റ് പോലെയാണ് IPS ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്. അങ്ങനെ ഒരു സാധനം. എന്റെ കസിന് IPS പോസ്റ്റൽ സർവീസ്. അവർക്ക് പോകുന്ന പൊസിഷനിലേക്ക് സാധാരണക്കാരന് പോകാൻ പറ്റത്തില്ല. അത് കല്യാണ കാലേക്കുമ്പോ അത് വെച്ചടിച്ചു വിടാല്ലേ, ചെക്കനെന്താ IPS ബലല്ലേ, കാക്കിക്ക് നല്ല വില കുറയുമ്പോ നല്ല വില. നിങ്ങൾക്ക് കാക്കി ഇടേണ്ടി വന്നിട്ടില്ല? ഇല്ല, ഞാൻ ഓഫീസ് ജോബ് ആയതുകൊണ്ട് കാക്കിയിട്ടുണ്ട്. യൂണിഫോം ഇല്ലായിരുന്നു, പല ഓഫീസിലും യൂണിഫോം ഇല്ല. ബോംബെയിലൊക്കെ ചിലർക്ക് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ടോ തോന്നുന്നു, അകത്തിരിക്കുന്നവർക്ക് യൂണിഫോം എന്നുള്ളത്. ജോലി പറ. അതന്നെ കുറെ എന്റെ ആയി. ഞാൻ ജീവിതത്തിൽ ഈ പറഞ്ഞ മറ്റേ ഗുരുപട്ടിക്കണ കഴിഞ്ഞ് അവിടെ ചൂടുകാലത്ത് കുറച്ച് സീസണാണ്. ഒരൊറ്റ ഇരിപ്പിലൊരു 100 രൂപയ്ക്ക് ഉണ്ടാക്കാം. ഞാനോർത്ത് ഇപ്പൊ തന്നെ ഒരു മണിക്കൂറായി. നിങ്ങൾക്ക് സന്തോഷമായാലോ, നമ്മളൊരു വിഷയം എടുത്ത് നിങ്ങളുടെ സിക്കെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ട്. ഇത് എൻഡ് ചെയ്യുവാണ്, താങ്ക് യു. അല്ല, ഞാൻ പിന്നെ ആ സമയത്ത് ഈ പറഞ്ഞല്ലേ വീട്ടില്. അല്ല, ഇത് ആരാ എണ്ണുന്നത്? നീ എണ്ണുന്നത് വിശ്വാസമാണോ അവർക്ക്? എണ്ണാൻ പറ്റുമല്ലോ, പൊട്ടുമ്പോ അറിയാലോ, സ്വന്തം പുറത്തിരുന്നല്ലേ പൊട്ടുന്നത്. അല്ലാണ്ട് അവിടെ ഷീറ്റ് അടിച്ച് പൊട്ടിച്ചു കൊടുത്ത് നോക്കാണല്ലോ. ഞാൻ ഇടയ്ക്ക് വെള്ളത്തിലൊക്കെ അടിക്കും. ഇവിടെ ചെറുതായിരുന്നു, ഉണ്ടായിരുന്നു, പൊട്ടിയെന്ന് കാണാത്ത സ്ഥലമൊക്കെ ഉണ്ടല്ലോ, നടുക്കൊക്കെ ഉള്ളിടത്ത്. അത് 50 പൈസ. അതെ അതെ, അതിന് പുള്ളി അങ്ങനെയൊക്കെ വില പേശും. ലാസ്റ്റ് തരാറൊന്നും ഇല്ലെന്ന് തോന്നട്ടോ, ചുമ്മാ പറ്റിക്കുന്നു. ഇത് പൈസ അല്ല, ഇതെന്റെ അപ്പം ഞാൻ ചെറുതായിരിക്കുമ്പോ ചെയ്യിക്കണ കാര്യമാണ്. ഈ ചൂടുകാലം വരുമ്പോ പുറത്ത് അപ്പനെ നല്ല തടിയൊക്കെ ഉണ്ടല്ലോ, ആളിങ്ങനെ ചീർപ്പൊട്ട് ഇതിങ്ങനെ ചെറിഞ്ഞെന്ന് പറയാം. അപ്പൊ നമ്മളിങ്ങനെ പുറങ്ങനെ ചൊറിഞ്ഞെടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതാള് തമാശ കളി ഇതിങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ മേറാണിയുടെ യൂണിഫോം എന്റെ സ്കൂളിന്റെ യൂണിഫോം ഒരു ചെക്ക് ഉണ്ട്. അതന്നെ സുഖമുണ്ട്, കറക്റ്റ് ആണല്ലോ അങ്ങനെ നാളെ നന്നായി ചെയ്തിട്ടാ. അതുപോലെ തന്നെ ഒരു പവർ കട്ടിന്റെ സമയത്ത് മനോരമ വീശിയടാ ആള്. അപ്പൊ നമ്മളിങ്ങനെ വീശി കൊടുക്കും, നന്നാവട്ടെ കുറച്ച് എങ്കിലും വീശ അങ്ങട്. അതൊക്കെ അപ്രന്റീസ് പണിയാ, ജോലി പണിയിലേക്ക് പോവാ. ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിൽ മറ്റേ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ പരിപാടികൾ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു പ്രായമായപ്പോഴത്തേക്കും ഒരു സെറ്റ് കൂട്ടുകാർ മറ്റേ കാറ്ററിങ്ങിന് പോകുമായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ വലിയ തെറ്റില്ല, കാരണം കാറ്ററിങ്ങിന് ഭയങ്കര പൈസയാണ്. ഒരു ദിവസം ശരിക്കും അവർ പറയുന്ന റേറ്റിലൊരു മറ്റേ ഇങ്ങനെ വിളിക്കുന്ന പിള്ളേർക്ക് 750 രൂപ ആണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇടയ്ക്ക് നിൽക്കണവനൊക്കെ മുക്കിയിട്ട് ഒരു 450-500 കിട്ടും. അപ്പം നമുക്ക് കുറച്ച് അഭിമാന പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ദൂരെയുള്ള പരിപാടിക്ക് പോകും. പിന്നെ എനിക്ക് ഈ പറഞ്ഞ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമ്മൾ അന്ന് വൈകുന്നേരം പൈസ കിട്ടുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ. അപ്പം അങ്ങനെ കൂട്ടുകാരായിട്ട് കാറ്ററിങ്ങിന് പോയായിരുന്നു. ആദ്യത്തെ ഒന്നും പോയപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ പൈസ കിട്ടിയപ്പോൾ എനിക്കിത് വീട്ടിൽ കൊടുക്കണമെന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പോയെ. എന്നിട്ട് ഞാൻ പിന്നെ അന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര കുറച്ച് വിഷമാവും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ വീട്ടിൽ ഈ പറഞ്ഞ കോമൺ ആയിട്ട് ടിവിയുടെ അടുത്ത് ടേബിളിലൊരു ഡയറിലാണ് പൈസ വെക്കണത്. അപ്പം അവിടെ ഒരു 450 രൂപ കയറുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ. അതിന് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകായിരുന്നു. അപ്പോൾ വല്ലവനൊക്കെ വന്ന് വെറുതെ തെറിയൊക്കെ വിളിച്ചിട്ട് പോകുന്നത്. അവർക്ക് വിഷമൊക്കെ വന്നിട്ട് ഒരു ഗതികേട് കൊണ്ട് അതറിയാം. ഞാൻ കുറെ അവിടെ പോയി കുറെ പരിപാടിയൊക്കെ ആണ്. ഞാൻ മറ്റേ ഒരു പ്ലേറ്റ് ഫുൾ പപ്പടമൊക്കെ എടുത്തോണ്ട് പോകണ വഴിക്ക് മറ്റേ ഭയങ്കര പവറുള്ള ഫാനൊക്കെ ഇല്ല, അതൊക്കെ അടിച്ചിട്ട് ഒറ്റ ടേബിളിൻ്റെ അതൊക്കെ അമ്മച്ചിയുടെ ഒക്കെ മേത്തൊക്കെ പപ്പടമൊക്കെ അടിച്ചൊക്കെ സോറി ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ പണ്ടത്തിനൊക്കെ അടിക്കും അവിടെ പോയിട്ട്. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ ഒരു 5-8 തവണയൊക്കെ പോയിട്ടുള്ളൂ. അങ്ങനെ സ്ഥിരം പോകത്തില്ല. കാരണം ഇപ്പോൾ പോകുമ്പോൾ പിന്നെ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലായത് നമുക്ക് തരേണ്ടത് ഇത്രയല്ല, നമുക്ക് ഇതിനകത്ത് യൂണിയൻ ഒന്നും ഇല്ലല്ലോ. പോയിട്ട് പറയാം ഇത്രയും പൈസ മുക്കണുണ്ട്. ഇതിനിടയിലൊക്കെ നിൽക്കണവൻ ഒന്നും ചെയ്യാതെ നമ്മളെപ്പോലെ വിളിക്കുന്ന 20 പേർ 30 പേരുടെ പൈസയൊക്കെ മുക്കും. അവൻ ജോലിയും ചെയ്യാനുള്ള ബാംഗ്ലൂർ ഭയങ്കര കിടലിനായിട്ട് ഈ സംഭവം നടക്കും. അതായത് അവിടെ ബാംഗ്ലൂർ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന പിള്ളേരെ വൈകുന്നേരം ഇതുപോലെ ഒരു ഫംഗ്ഷന് സെർവ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടും ഇതിന്റെ ഇടയിൽ നിൽക്കണവന് സൂപ്പറായിട്ട് കാശ്
ഇടനിലക്കാൻ എന്നും നമ്മുടെ എല്ലാവരും ജോമോനില്ലേ ക്യാമറ ചെയ്യണ പക്ഷെ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാറ്ററിംഗ് പരിപാടി ഉള്ളിടത്തൊന്നും അധികം കഴിക്കാറില്ല. ഭയങ്കര അലമ്പാണ് ശരിക്കും. ഇത് ആൾക്കാർക്ക് അറിയാവുന്ന എനിക്ക് അറിയത്തില്ല. മിക്ക കല്യാണങ്ങളിലും എനിക്ക് ഭയങ്കര പോപ്പുലർ ഭയങ്കര സെറ്റപ്പിൽ നടത്തുന്ന കാറ്ററിംഗുകാർക്കൊന്നും വലിയ കുഴപ്പമില്ലായിരിക്കും. അല്ലാത്ത കാറ്ററിംഗ് ഒക്കെ മിക്കവാറും തവണ അതായത് ചിലപ്പോൾ 2 ദിവസം മുന്നേ ഒരു കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ജസ്റ്റ് വാഷ് ചെയ്ത പ്ലേറ്റ് ആ ട്രേക്കകത്ത് അടുക്കി വെച്ച് ഇവിടെ കൊണ്ടുവെക്കും. സോപ്പ് പോലിട്ട് കഴുകൂല. ചിലപ്പോൾ സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് വെച്ചേക്കുന്നതായിരിക്കും. എന്നിട്ട് ഇതിനകത്ത് ചിലപ്പോൾ മറ്റേ നേരത്തെ ബിരിയാണിയുടെ ആ സവോളയുടെ തരിയോ ഇതൊക്കെ ഇരിക്കും. ഇത് തുടയ്ക്കുന്നത് ടേബിൾ ക്ലോത്ത് വെച്ചിട്ടാണ്. മറ്റേ ഇതടിക്കൂലേ ടേബിളിനും ചെയറിനും ക്ലോത്ത് ഉണ്ടല്ലോ, ആ ടേബിൾ ഏതെങ്കിലും അവിടെ ഇങ്ങനെ ചാക്കിനകത്ത് കെട്ടിയിട്ടേക്കുന്ന ഏതെങ്കിലും ഒരു ക്ലോത്ത് എടുത്ത് തരും നമുക്ക്. എന്നിട്ട് നമ്മുടെ ഒരു 3-4 പേര് അടുപ്പിച്ചിട്ട് ഇതിൻ്റെ ഓരോ അറ്റം വെച്ചിട്ടാണ് ഈ പ്ലേറ്റ് തുടയ്ക്കുന്നത്. അല്ലാതെ ഇതിനൊരു വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ എച്ചിൽ പ്ലേറ്റ് തുടച്ച് ഉണക്കിയ പ്ലേറ്റ് എന്നുള്ളൊരു ബേസിക് പരിപാടി അല്ലാതെ ഒരു വൃത്തിയില്ല. കഴുകാത്ത സാധനമാണ് തരുന്നത്. ഞാൻ കഴിക്കൂല അവിടെ നിന്ന്. ഭയങ്കര ഞാൻ പ്ലേറ്റ് കഴുകിയിട്ട് കഴിക്കുമ്പോൾ ഞാൻ പ്ലേറ്റ്. പക്ഷേ ഈ ഫുഡും കുറച്ച് പറഞ്ഞ പോലെ വെള്ളം നോമ്പ് തുറക്കുന്ന ഒരു നായരുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ച് നസ്രാണിന്റെ അടുത്ത് നോമ്പ് തുറക്കുന്നൊരു നമ്മൾ ഈ ഇൻസ്റ്റാ മതസൗഹാർദ്ദത്തിന്റെ ആദ്യമായി പോഡ്കാസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായി ലൈവായിട്ട് നോയമ്പ്. ഈ മനുഷ്യൻ 12 മണിക്കൂറായി ഇതുവരെ കഴിച്ചിട്ടില്ല. എന്തിന് പുള്ളിക്ക് പറഞ്ഞുകൂടാ. എനിക്ക് തൊണ്ട വരലെന്ന് എനിക്കൊന്ന് ബമ്പർച്ചിലെ ഷെഡ്യൂളിൽ 2 തവണ പോയിട്ട് ഞാൻ തൊണ്ട വരണ്ടു. എനിക്കറിയില്ല, എനിക്കൊന്ന് നെർവസ്നെസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇത്ര സംസാരിച്ചിട്ട് ഞാൻ തൊണ്ട വരണ്ടിട്ടില്ല. പക്ഷെ ബമ്പർച്ചി ഷെഡ്യൂളിൽ ഞാൻ 2 തവണ തൊണ്ട വല്ലാതെ വരണ്ടു. ഞാൻ നോമ്പായതുകൊണ്ട് വെള്ളം കുടിക്കാനും പറ്റില്ല. ഞാൻ ടൗവലിനകത്ത് വെള്ളം നനച്ച് പോയിട്ട് ഞാനിങ്ങനെ ഒപ്പുമായിരുന്നു, ചുണ്ടൊപ്പിയിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുണ്ടൊപ്പി പെർഫോം ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും ഓർമ്മ വരുമായിരുന്നോ? ഓക്കെ, കണ്ടിന്യൂ. കേറ്ററിംഗ് ആഭാസങ്ങൾ. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ട് പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്യുന്ന കേറ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്റെ കസിൻ കേറ്ററിംഗ് പരിപാടി ചെയ്യുന്നവനാണ്, വൃത്തിക്ക് ചെയ്യുന്നതാണ്. കാരണം എന്റെ കസിൻ കേറ്ററിംഗ് പരിപാടി ചെയ്യുന്ന അല്ല, ഞാൻ തുടങ്ങിയപ്പോഴും വൃത്തിക്ക് ചെയ്യുന്ന ആൾക്കാർ കാണും. ഞാൻ പോയിട്ടുള്ളതെല്ലാം ഇതായിരുന്നു പരിപാടി. ഈ ടേബിൾ അതാണ് വരുമാനം കിട്ടിയിട്ടുള്ള ജോലി. അത് ഈ പറഞ്ഞ പോലെ വീട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ പൈസ ഞാൻ വേറെ എൻ്റെ പേഴ്സണൽ ഇതിനൊന്നും എടുക്കത്തില്ലായിരുന്നു. അപ്പോൾ അവർക്കും ഒരു ആശ്വാസമായതുകൊണ്ട് അവർക്കും മനസ്സുകൊണ്ട് അവർ ഓക്കെ അല്ല, ഞാനും ഓക്കെ ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. പക്ഷെ ഞാൻ അവിടെ വന്നിട്ട് പറയും വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറയും. അവിടെ പോകുമ്പോൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ചുമ്മാ നമ്മൾ ഈ പറഞ്ഞ ഈ ഭയങ്കര സാധാരണ പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് മറ്റവർക്കുണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, വെറുതെ ചുമ്മാ മുതലാളി കളിക്കാനൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകും. പിന്നെ നമ്മൾ കടിച്ചു പിടിച്ച് നിന്ന് ചെയ്യാൻ പോരുക എന്നുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ അധികം പോയില്ല. എനിക്ക് എന്തോ പാടടിച്ചിട്ടുണ്ടെന്ന് വന്ന് അവിടുന്ന്. ഈ പറഞ്ഞ പോലെ നമ്മൾ പോയി ചെയ്യുന്നതിന്റെ ചിലവന്മാര് തോന്നുന്ന പോലെ ചിലപ്പോ 2 പണി അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ 800 രൂപ കയ്യിലായി. അപ്പൊ മഹാദേവന്റെ ഒറിജിനൽ മഹാദേവൻ. ഇല്ലില്ല, ഞാൻ അന്നൊന്നും തീരെ പൈസ ചിലവാക്കൂലായിരുന്നു. ഞാൻ എന്തേലും എനിക്കിപ്പോ വീട്ടിൽ നിന്ന് ഇപ്പൊ ഒരു എവിടോട്ടേലും പോകണം, മൊത്തം ഒരു എക്സ്പെൻസിനെല്ലാം കൂടെ ഒരു 50 രൂപ ആവുമെന്ന് വെച്ചു. ചിലപ്പോൾ വീട്ടിൽ പൈസ ഒട്ടും ഇല്ലെങ്കിൽ കറക്റ്റ് 50 രൂപ തരും. ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ട്, എന്തെങ്കിലും വെള്ളം കൂടെ കുടിച്ചാൽ നിർത്തി ഒരു 10 രൂപ 20 രൂപ എക്സ്ട്രാ തരും. ഞാൻ ആലോചിക്കണം മാക്സിമം ഇതിനകത്തുനിന്ന് എത്ര കുറച്ച് ചിലവാക്കിയിട്ട് തിരിച്ച് കൂടുതൽ കൊണ്ടുവെക്കുമ്പോഴാണ് ഇങ്ങനെ ഓക്കെ ഞാനെന്തോ ചെയ്തു എന്നുള്ളൊരു സാധനം. നമുക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റാറില്ലല്ലോ ആ പ്രായത്തിൽ. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിലവാക്കാറില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ചിലവാക്കുന്നത്. ഇപ്പൊ അനീസക്ക് 2.5 ലക്ഷം രൂപ അക്കൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനീസൊക്കെ ചെലവാക്കിയെന്ന് പറഞ്ഞപ്പോ എനിക്ക് തലയിൽ സന്തോഷം വന്നു. കാരണം ഞാൻ നമ്മളെല്ലാം പിന്നെ എന്തിനാ ജീവിക്കുന്നത് എനിക്കറിയത്തില്ല. നമ്മളിപ്പോ കൊറേ സേവ് ചെയ്ത് വെച്ചു, പ്രതീക്ഷിക്കാതിരിക്കും വെറുതെ. അല്ല അതല്ല അങ്ങനെ ഭയങ്കരമായിട്ട് ചെലവാക്കണം. എനിക്ക് കൂട്ടി വെക്കുന്നതിനകത്ത് ഒരു പ്രശ്നം, അതായത് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ കൈ പൈസ നമ്മൾ ഊമ്പി പക്ഷെ എനിക്കിപ്പോഴും പറയാഞ്ഞോണ്ട് എന്തുകൊണ്ട് പറയാറുണ്ട് ആൾക്കാർ ജഡ്ജ്. എനിക്ക് പക്ഷെ ഇപ്പോഴും ആ പൈസ മാറ്റി വെക്കുന്ന ഒരു ബോധം ഇപ്പൊ ഇല്ല, അത് വേറെ കാര്യം. പക്ഷെ ആ ബോധം ഉണ്ടായിട്ടില്ല.
എന്തിനാ പൈസ മാറ്റിയിരിക്കുന്നത്? ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ നമ്മളിത് ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ സമയത്തുള്ള സാധനം മാറ്റി വെച്ചിട്ട് പിന്നത്തേക്ക് കൂട്ടി വെച്ചിട്ട് എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടിയത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ അച്ഛനൊരു അക്കൗണ്ട് ഉണ്ടെന്നുള്ള നമുക്ക് അറിയാമെന്നല്ലാതെ എനിക്ക് അക്കൗണ്ടില്ല, ചേച്ചിക്ക് അക്കൗണ്ടില്ല, അമ്മയ്ക്ക് അക്കൗണ്ട് ഇപ്പോഴും ഇല്ല. അമ്മയ്ക്ക് അക്കൗണ്ട് ഉണ്ട് ഒരെണ്ണം. അപ്പൊ അല്ലാതെ അമ്മയ്ക്ക് അക്കൗണ്ട് ആണ്, മറ്റേ ഗ്യാസിന്റെ സബ്സിഡി ഒക്കെ വരുന്ന അമ്മയുടെ അക്കൗണ്ടിലേക്ക്. ഗ്യാസ് ഒക്കെ അച്ഛൻ്റെ പേര് തന്നെ. അല്ല പണ്ട് അല്ല റേഷൻ കടയിൽ നിന്ന് സബ്സിഡി. റേഷന്റെ അമ്മയുടെ പേരില്ല. അതിന് അക്കൗണ്ട് വേണമെന്നില്ലായിരുന്നു. വേറെ ഇല്ലില്ല, വേണ്ട. വേറെ എന്തോ കാര്യത്തിന് അമ്മയ്ക്ക് ഒരു അക്കൗണ്ട് തുടങ്ങി, അതിനകത്ത് ഞാൻ എന്തോ പൈസ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് വലിയ എമൗണ്ട് ഒന്നുമില്ല, തീരെ കുറച്ച് ഒന്നുമില്ല. അല്ലാതെ ഞാൻ പറഞ്ഞ നമ്മൾ കൊച്ചിലോട്ട് വരുമ്പോൾ എനിക്ക് ഈ സേവിങ്സ് എന്നുള്ളൊരു സാധനം ഒരു കുടുംബത്തുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. അതായത് നാളെ ഒരു പെട്ടെന്നൊരു പ്രശ്നം വന്നത്, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ നമ്മുടെ കയ്യിലായിട്ടൊന്നും ഇല്ല. ചിലപ്പോൾ വല്ല പിന്നെ ഉള്ളത് അങ്ങേയറ്റം വല്ല എന്തെങ്കിലും ഓർണമെന്റ്സ് എന്തെങ്കിലും എടുത്ത് പണയം വെക്കും. അങ്ങനെ അത് ഇൻഷുറൻസ് ഞാൻ ഇൻഷുറൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് 2 വർഷമായി. ഇൻഷുറൻസ് ഒക്കെ ഓമ്പിക്കൽ പരിപാടി. സത്യത്തിൽ അതിനകത്ത് ഒരുപാട് ക്ലോസ് ഒക്കെ എഴുതി എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് ക്യാഷ്ലെസ് ഉള്ള ഇൻഷുറൻസുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു ദിവസം ജോൺസ് എന്നോട് വേണ്ടേച്ച് പറഞ്ഞു, മാധവ നീ നിന്റെ അച്ഛനും അമ്മയ്ക്കും നിനക്ക് ഒരു ഇൻഷുറൻസ് എടുത്ത് സെറ്റായിരിക്കുമ്പോഴാണ് നീ സെറ്റായതെന്ന്. അപ്പൊ ഞാൻ എന്റെ സെറ്റാവൽ ഇൻഷുറൻസേ ഇല്ല. അല്ല ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ അവര് 60 താഴെ, ഇപ്പൊ ഇൻഷുറൻസിന് ഇവർക്ക് പ്രീമിയം കുറവായിരിക്കും. ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ ഈ 60 എന്ന് പറഞ്ഞ ഏജ് കഴിഞ്ഞാൽ പ്രീമിയം ഭയങ്കര കൂടുതലാ. എക്സിസ്റ്റിംഗ് അസുഖങ്ങൾ, പണ്ടാരം ബോഡി ചെക്കപ്പ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇവരുടെ അടിയിലുള്ള ക്ലോസുകളെ വിശ്വാസം, എനിക്ക് ഒരുപാട് നമ്പാൻ പറ്റില്ല. പക്ഷേ ക്ലോസസ് എഴുതുന്ന ഒരു പരിപാടി എനിക്ക് എത്രയും വിശ്വാസമില്ല. കാരണം നമുക്ക് അവർ തരാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും ക്ലോസ് എഴുതേണ്ട കാര്യമില്ലല്ലോ. അതുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ അത്, ഈ 2 വർഷത്തെ പ്രീമിയം ഉണ്ടെങ്കിൽ അത്, അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ വരുവാണെങ്കിൽ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെ പോട്ടെ ഞാൻ വിചാരിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ സേവിങ്സ് പോട്ടെ, എനിക്ക് നിന്ന് അല്ല നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് അല്ല. ഞാൻ കാര്യം പറയട്ടെ, ഇൻഷുറൻസ് നീ എടുക്കാന്ന് പറയുന്നത് നിന്റെ ഇതിന് വേണ്ടിയേ അല്ല. നിന്നെ ആ സമയത്ത് നീ ഒന്നും അറിയണ്ട, നീ വെറുതെ ഇങ്ങനെ കിടന്നാൽ മതി. നീ ഐസിയുലോ കിടക്കണ്ട, നിനക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഈ സമയത്ത് പുറത്ത് കിടന്ന് ഓടണവർക്കുണ്ടല്ലോ, അവർക്ക് ശരിക്കും റിലീഫ്. നീ ഇൻഷുറൻസ് എടുക്കാന്ന് പറയുന്നത് 2 ഇൻഷുറൻസ് ഉണ്ട്. ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അതായത് പെട്ടെന്ന് പോലെ ആക്സിഡന്റ് വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വയ്യാതെ ഒരു സ്ട്രോക്ക് വന്നു, അങ്ങനത്തെ വല്ല വരുവാണെങ്കിൽ നിങ്ങളൊരു 6000 തൊട്ട് 8000 വരെ ഒരു ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അത്ര കിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു 5 ലക്ഷം വരെ കവർ കിട്ടും. 8000 രൂപയ്ക്ക് 10 ലക്ഷത്തിന്റെ അടുത്ത് കവർ കിട്ടും. ഞാൻ പറഞ്ഞ ഒരു കൺസർവേറ്റീവ് ഒരു ഇതായിട്ട് ഒരു കൊല്ലം 10 ലക്ഷം രൂപ കവർ കിട്ടും. പക്ഷെ എല്ലാത്തിനും ഒന്നും കിട്ടൂല. ഞാൻ 8000 പോലും ഓർക്കും. ഈ 8000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 10 ലക്ഷം രൂപ കവർ കൊടുക്കുന്നത് എന്ത് ബേസിലാണ്? അപ്പൊ ഇത് കൊടുക്കാതിരിക്കാൻ നമ്മള് പലപ്പോഴും കാണുന്നത്, ഇത് കൊടുക്കാതിരിക്കാന്നായിരിക്കും ഇവരുടെ ഒരു ഐഡിയോളജി. ബിസിനസ് അങ്ങനെയല്ലേ? ബിസിനസ് ഇവര് ചില 10 ലക്ഷം കവർ ഉണ്ടെന്ന് പറഞ്ഞാലും അവര് മാക്സിമം 5-6 ഒക്കെ തരത്തുള്ള. ഇതിൽ കുറെ ഉടായ്പുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമുക്കൊരു ഇല്ല, നമുക്ക് റൂം റെന്റ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലോസ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റൂം റെന്റ് 1500 വരെ അവര് അലൗഡ് ആയിട്ടുള്ളൂ. നിങ്ങളിപ്പോ താമസിച്ച റൂമിന്റെ റെന്റ് 2000 രൂപയാണെങ്കിൽ നിങ്ങളുടെ ബില്ല് 6 ലക്ഷം ആണെങ്കിൽ അവര് 1500 ഡിവൈഡഡ് ബൈ 2000 into 6 ലക്ഷം റീംബേഴ്സ് ചെയ്യുള്ളൂ. നീ ഇതിനകത്ത് ഇത്ര കൂട്ടി ടോട്ടലി കട്ടി. അത് ഹോസ്പിറ്റലിൽ വരുന്ന വ്യത്യാസമാണ്. നീ ഇപ്പൊ സാധാരണ ശരിക്കും 500 രൂപ കട്ട് ചെയ്താൽ പോരെ? നീ കിടക്കണ റൂം അനുസരിച്ച് നിന്റെ ഹോസ്പിറ്റൽ ബില്ല് മാറും. അതായത് നീ സാധാ വാർഡിലെ കിടക്കണെന്നുണ്ടെങ്കിൽ നിന്റെ മരുന്നിന്റെ വില മാറും. അല്ല, എനിക്ക് ഇവിടെ കൂടുതൽ 60,000 രൂപ കൊടുക്കേണ്ട സർജറിയാണ് ഞാൻ അവിടെ പോയി 3 ലക്ഷത്തിന് ചെയ്തത്. കാരണം ഞാൻ അവിടെ ഞാൻ ഒന്ന് റീഫറൻസ്, ഞാൻ ഇൻഷുറൻസ് എടുക്കുക മാത്രമല്ല, ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാറില്ല. ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് എപ്പോഴും പോകാറ്. ഞാൻ എന്നെ എന്തെങ്കിലും വലിയ പ്രശ്നം വന്നാൽ മരിച്ചോളും, അവിടുത്തെ ട്രീറ്റ്മെന്റ് എടുക്കത്തോന്ന് എനിക്കൊരു വാശിയുണ്ട്. ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോകും. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ബില്ല് കൊടുക്കാതെ ഇറങ്ങി ഓടുന്ന ആളാ. എനിക്ക് ഈ വക പേടികൾ ഭയങ്കരമായിട്ടുള്ള ഒരു ടൈപ്പാണ്. ഞാനത് കാരണം എൻ്റെ ഒരു ചെറിയ പൈസ എൻ്റെ ഒരു ഇതിന് മുകളിൽ വരുമ്പോൾ ഞാൻ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള പരിപാടിനെ പറ്റി ചെറുതായിട്ട് ടേം ഇൻഷുറൻസ് അതൊക്കെ അത് പെരേക്ക് ചിന്തിക്കാം. പെരേ ആ സെറ്റപ്പ് ജീവിക്കണ ആളാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വൈഫൊക്കെ ഉള്ള ആളല്ലേ? നല്ല വൈഫ് അല്ല, വൈഫൊക്കെ ഉള്ള ആളല്ലേ? സാലറി ഉള്ള വൈഫ് ഞാൻ ഈ കാര്യത്തിൽ എന്റെ കാര്യം ഇല്ല. നിങ്ങൾക്കൊരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി സേവിങ്സിനെ പറ്റി ചിന്തിച്ചാലേ പറ്റൂ. സേവിങ്സ് വേണം. അതുകൊണ്ടാണ് കുട്ടിയെ പറ്റി പോലും ചിന്തിക്കാത്തത്. കല്യാണം
കല്യാണം കുട്ടിയെ പറ്റി ചിന്തിക്കാത്തത് കൊണ്ടാണല്ലോ ടിഷ്യൂ ഉണ്ടോ അവിടെ? ടിഷ്യൂ അപ്പുറത്ത്, അത് കുഴപ്പമില്ല, പാൻ്റെ തൂത്ത് അപ്പൊ കുട്ടിയും അതൊക്കെ നമ്മള് വലിയ ചിന്ത വേണം, നമുക്ക് ജോലിയിലേക്ക് തിരിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് ആ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡിഗ്രി പഠിക്കുമ്പോൾ വീണ്ടും ഞാൻ സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് പഠിച്ചത്. വീണ്ടും ഫീസിൻ്റെ പാതയും പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ പ്ലേസ്മെൻറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആദ്യമായിട്ട് വെറുതെ പ്ലേസ്മെൻറ്റ് 1-2 പോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങോട്ട് ഞാൻ അത്യാവശ്യം മറ്റേ കോളേജിൽ ആങ്കറിങ് പരിപാടിയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇച്ചിരി സ്മാർട്ടായിട്ടൊക്കെ സംസാരിക്കും എന്നൊക്കെ ഉള്ളത് കൊണ്ട് പ്ലേസ്മെൻറ്റ് സെല്ലിൽ സാറ് ഇങ്ങനെ ഒരു പരിപാടി വന്നപ്പം ആ പ്ലേസ്മെൻറ്റ് സെല്ലിലോട്ട് ഇങ്ങനെ എൻക്വയറി വന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു കരിയർ ഗൈഡൻസ്, അങ്ങനെ ഒരു കരിയർ ഗൈഡൻ്റെ ഒരാളെ നോക്കുന്നുണ്ട്, നിനക്ക് പറ്റുമായിരിക്കും, നീ ഒരു ഇൻ്റർവ്യൂവിന് പോയി നോക്കുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ കോളേജിൽ നിന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ കിട്ടിയത്. കിട്ടി. അത് മറ്റേ എനിക്കെന്തോ അന്ന് ആ കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്, ഇൻ്റർവ്യൂ ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനമുണ്ട്. എന്തായിരുന്നു ജോബ് നിന്റെ? കരിയർ ഗൈഡൻറ്. കണ്ടുപിടിക്കണ്ട, അതായത് വരുന്നവരോട് സംസാരിക്കണ്ട. അതായത് കോളേജിലും +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സ്കൂളുകൾ, അല്ലെങ്കിൽ കോളേജ് ഫസ്റ്റ് ഇയർ ആയിട്ടുള്ള പിള്ളേർ, കൂടുതലും സ്കൂൾ തന്നെയായിരുന്നു, +2 ഉള്ള സ്കൂളുകളിൽ പോയിട്ട് അവർക്കൊരു സെഷൻ ഈ പറഞ്ഞ പോലെ അടുത്ത എൻട്രൻസുകൾ അല്ലെ ക്ലാറ്റ് ക്ലീ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ടൊരു ചെറിയൊരു ബ്രീഫ് കൊടുക്കണം, പിള്ളേരെ ഇതിലോട്ട് വലിച്ചിടണം. എന്നിട്ട് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിനുള്ള കോച്ചിങ് ഇവിടെ ഉണ്ടെന്നുള്ളത്. ബേസിക്കലി ഇങ്ങോട്ട് ആള് വരണം, അതേ ഉള്ളൂ. ചെറിയ മാർക്കറ്റിംഗ് തന്നെ, പക്ഷെ പേര് ഇത് തന്നെ. അപ്പം അങ്ങനെ പിന്നെ മാർക്കറ്റിംഗ് 2 ജോലിയുണ്ട് ഇവിടെ തന്നെ. പുറത്ത് പറയുമ്പോൾ അല്ലെ കാർഡ് അടിച്ചേക്കുന്നത് കരിയർ ഗൈഡൻ്റാണ്, പക്ഷെ മാർക്കറ്റിങ്ങും ചെയ്യണം, അതിനുള്ള ഐഡിയാസ് കൊടുക്കണം, പരിപാടികൾ. സാലറി തുടക്കത്തിൽ 12 പറഞ്ഞു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ 1 മാസത്തെ പെർഫോമൻസ് കഴിഞ്ഞാൽ ഇങ്ങനെ സാലറി മേടിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് സംഭവം 12 to 16 അങ്ങനെ എന്നാണ് ഈ കൊടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ, അത് എഴുതുമ്പോൾ അങ്ങനെയാണല്ലോ. ഞാനാണ് ഇതിൻ്റെ എൻഡ് പിടിക്കാൻ നിൽക്കുക. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ നമ്മൾ സാലറി സംസാരിച്ചപ്പോൾ എനിക്കത് ഇപ്പോഴും അറിയത്തില്ല, ഒരാളോട് ഒരു സാധനം അങ്ങോട്ട് സംസാരിച്ച് മേടിക്കാൻ അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഒരു 10 രൂപ തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാർ ഇതിനകത്ത് എഴുതിയിരുന്ന് ഇങ്ങനെയാണല്ലോ, ഞാനപ്പോൾ അത്രയും പ്രതീക്ഷിച്ചൊക്കെയാണ്. അപ്പം അങ്ങനെ പുള്ളി അയ്യോ നമുക്ക് ആദ്യം തരാൻ പറ്റൂല, അതിനോട് നിൽക്കുക, എന്നിട്ട് നമുക്ക് പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് സെറ്റാക്കാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു വാഗ്ദാനം പക്ഷേ എന്നിട്ട് എനിക്ക് 10 തന്നിട്ട് പുള്ളി പറഞ്ഞിരുന്നത് 10 എന്നിട്ട് അപ്പം ഞാൻ പിന്നെ ഗതികേടിന് ഓർത്ത്, അപ്പം കോളേജ് കഴിഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് അവിടത്തെ, അപ്പോൾ പുള്ളി എന്നോട് ഒരു കാര്യം ചോദിച്ചു, ഇവിടെ നിൽക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് ആ പൈസ കൊണ്ട് PGക്ക് പോകണം എന്നാണ് ആഗ്രഹം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ ബാങ്ക് കോച്ചിങ് പോകണം എന്നുള്ള സാധനം തലയിൽ കിടപ്പുണ്ട്. അപ്പം ഡിഗ്രി കഴിഞ്ഞല്ലോ, ബാങ്ക് കോച്ചിങ്ങിനുള്ള പൈസ ഉണ്ടാക്കണം എന്നുള്ളതല്ലേ. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് പഠിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പം ഇത് വെച്ച് ഏൺ ചെയ്യാനുള്ള എത്ര സമയം എടുക്കുമെന്ന് അറിയാമല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ പറയാതെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് അത്യാവശ്യം നിൽക്കും എന്നുള്ളൊരു മൂഡിൽ. അപ്പോൾ അങ്ങനെ ജോലിക്ക് എടുത്ത് 1 മാസം കഴിഞ്ഞ് എനിക്ക് സാലറി തരുന്ന ഡേറ്റ്, ബാക്കി എല്ലാവർക്കും സാലറി ക്രെഡിറ്റ് ആയി. അപ്പോൾ എനിക്ക് സാലറി അക്കൗണ്ടൊക്കെ എടുപ്പിക്കുന്ന പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അക്കൗണ്ട് ആയിട്ടില്ല. അപ്പോൾ എന്നെ പുള്ളി ബാക്കി എല്ലാവർക്കും പൈസ വന്നു, ആരും ടെമ്പററി ആയിട്ട് ഇതുപോലെ എടുത്ത ആൾക്ക് കയ്യിൽ പൈസ കൊടുത്തു, എനിക്ക് മാത്രം തന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പോൾ എന്നെ MD വിളിപ്പിച്ച്, എന്നിട്ട് വിളിപ്പിച്ചിട്ട് അകത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഫസ്റ്റ് സാലറി തരുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞത് 10 ആണെങ്കിലും ഞാൻ അതെൻ്റെ പെർഫോമൻസിൽ ഇമ്പ്രസ്ഡ് ആണ്, ഞാൻ ഒരു 12 അങ്ങോട്ട് തരുക. അവിടത്തേക്ക് 12 പിന്നെ കുറച്ച് അലവൻസോ ട്രാവൽ എക്സ്പെൻസ് എല്ലാം കൂടെ 15 രൂപ അടുത്ത് കിട്ടി ആദ്യത്തെ സാലറി. അന്ന് ഡയറി മാറ്റിയൊരു വീട്ടിലല്ലോ നീ? അല്ലല്ല, ഞാൻ വീട്ടിൽ ഡെയിലി പോയി വരിക. ഭയങ്കര വൃത്തികെട്ട ജോലി വൃത്തികെട്ട. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തേക്കുന്ന സമയം അത്. രാവിലെ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ, ഞാൻ കോളേജിൽ അത്ര നാളാത്ത സമയത്ത് എഴുന്നേറ്റ് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇത് കുറേ കൂടെ ദൂരെയാണ്, കോട്ടയം വരെ പോകണം, കഞ്ഞിക്കുഴിയിലായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് 6:30 കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രാവിലെ ഉണ്ട് അങ്ങോട്ട് ഓട്ടോയ്ക്ക് പോകും, ഇല്ല കിട്ടൂല ബസ് എന്ന സമയത്ത്. എന്നിട്ട് 7:10 ബസ്സുണ്ട്. ആ ബസ് കോട്ടയത്ത് എത്തുമ്പോൾ കോട്ടയത്തുനിന്ന് പിന്നെ പ്രൈവറ്റ് ബസ് കയറി കഞ്ഞിക്കുഴി ഇറങ്ങണം. അപ്പോൾ ഓഫീസ് ടൈം 9:30. എനിക്ക് മാത്രം 9:45 കയറിയാൽ മതി. അത് MD സമ്മതിച്ചിട്ടുണ്ട്, ഞാൻ ദൂരെ നിന്ന് വരുന്നുണ്ട്, അത് ഞാൻ മുതലെടുക്കും. അപ്പോൾ എന്നിട്ട് ഈ 9:45 കയറി കഴിഞ്ഞാൽ വൈകിട്ട് 9:45 കയറും.
ചിലപ്പോ ഞാൻ ഏതാ ഇപ്പൊ 9:15 കയറും പറഞ്ഞ സീൻ, എന്നിട്ട് ഫ്ലാഷ് ബാക്ക് അടിക്കും. ഞാൻ 10:30 കാലോ ഒരു ബസ് മിസ്സായ പിന്നെ 1 മണിക്കൂർ ഡിലേയാ. അപ്പൊ പിന്നെ വേറെ റൂട്ടൊക്കെ പിടിച്ച് കുറങ്ങി തിരിഞ്ഞ് 3 ബസ്സൊക്കെ കയറി വേണം പോകാൻ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് എൻ്റെ വീട്ടിൽ നിന്ന് കോട്ടയം പോകാൻ. ഇപ്പോഴും എളുപ്പമാണ്, പക്ഷെ ജങ്കാറ് കയറി ഇറങ്ങി ഒരു ബസ്, ആ ബസ് മിസ്സായ പിന്നെ ഓപ്ഷനില്ല, തിരിച്ചു വരവൊക്കെ ടാസ്ക്കാണ്. അല്ലെ ചങ്ങനാശ്ശേരി പോയിട്ട് പിന്നെ അവിടുന്ന് കോട്ടയം പോയിട്ട് പിന്നെ പ്രൈവറ്റ് ബസ് എടുക്കണം, അങ്ങനെയൊക്കെ ടാസ്ക്കാണ്. ഈ 5:30 ഓഫീസ് കഴിയത്തുള്ളൂ, അതിൽ സ്ട്രിക്റ്റാ, വിടൂല. 5:50 ഒരു ബസ്സുണ്ട് കോട്ടയത്ത് നിന്ന് കാവാലം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ കഞ്ഞിക്കുഴിയിൽ നിന്ന് ഈ ബസ് ഇറങ്ങി കോട്ടയത്തോട്ട്, ഈ ബസ് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം 5:45 കഴിയും. അപ്പോൾ അവിടുന്ന് സ്റ്റാൻഡ് വരെ നടക്കണം. അപ്പം എന്നും ഞാൻ നടന്ന് മറ്റേ ആറ്റിറ്റ്യൂഡ് കാരണം ഓടാൻ തോന്നുന്നില്ല ആദ്യത്തെ ദിവസമൊക്കെ. 2ാമത്തെ ദിവസം വിശപ്പ് കാരണം ഓടി. അപ്പോൾ രാവിലെ തൊട്ട് കഴിക്കാതെ ഇരിക്കുന്നു. ഞാൻ രാവിലെ എന്തെങ്കിലും പഴമല്ലോ ഒക്കെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുപോയില്ല. അമ്മയ്ക്ക് ആ സമയത്ത് കുറച്ച് വയ്യാതിരിക്കുക. അപ്പോൾ എന്നും ഉച്ചയ്ക്ക് നാരങ്ങാവെള്ളം കുടിക്കുന്നു. അപ്പം വയ്യാതെ ഇരിക്കുന്ന അവിടെ 5:30 ഇറങ്ങി കഴിയുമ്പോൾ വിശന്നിട്ടൊക്കെ ഈ തവണ സൂപ്പർ താങ്ക്സ് കുറേ പേര്. അല്ല, അത് തീരെ വിശന്നിട്ടൊക്കെ നമ്മൾ പൊളിഞ്ഞിരിക്കരുത്. ഞാൻ താരത്തിന് പറഞ്ഞില്ല, ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ടല്ല, നമ്മളെല്ലാവരും താരത്തിന് പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഞാനൊരു 5:30 സമയത്ത് എന്നിട്ട് എന്തേലും നേരത്തിനും കണ്ടുപിടിച്ച് വെച്ചോട്ടാണ്. അല്ലെങ്കിൽ ഈ താങ്ക്സ് ഒന്നും തരില്ല. എന്നിട്ട് അല്ല, എനിക്ക് മാത്രം 1000 രൂപ മാധവന് സൂപ്പർ താങ്ക്സ്, ബാക്കി എല്ലാവർക്കും താങ്ക് യു എവരിവൺ എൽസ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എവരിവൺ എൽസ്. അപ്പോൾ എന്നിട്ട് 5:30 ബസ് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 5:45 5:50 ഈ ബസ് പിടിക്കണമല്ലോ. അപ്പം നടന്നൊന്ന് ബസ് മിക്കവാറും അത് മിസ്സാവും. മിസ്സായി കഴിഞ്ഞാൽ പിന്നെ 7:30 ഉള്ളു ബസ്. അത്രയും സമയം ഞാൻ കോട്ടയം സ്റ്റാൻഡ് ചെയ്യണം, വേറൊരു ഓപ്ഷനും ഇല്ല. അല്ലെങ്കിൽ ഞാൻ ചങ്ങനാശ്ശേരി ഇറങ്ങി അവിടുന്ന് നമ്മുടെ വീടില്ല. അപ്പോൾ 2 ബസ് കയറണം, ടിക്കറ്റിൻ്റെ പൈസ നോക്കി കഴിഞ്ഞാൽ ഒട്ടും മുതലാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നിൽക്കും 7:30. അപ്പോൾ വിശന്നിട്ട് കണ്ണ് കണ്ടിട്ട് രാവിലെ ഒരു പഴവും ഉച്ചക്കത്ത് നാരങ്ങാവെള്ളത്തിലാണ് ഇരിക്കുന്നത്. എങ്ങാനും വല്ല പൈസയൊക്കെ വെച്ചോണ്ട് ചിലപ്പോൾ ഒരു പപ്സ് കഴിക്കും. അപ്പം ഞാനിതുപോലെ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചൊക്കെ കപ്പലിൻ്റെയൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ട് കോട്ടയം സ്റ്റാൻഡിൽ. ഭയങ്കര വിഷം. അപ്പോൾ കാരണം എന്നിട്ട് ചില ദിവസങ്ങളിൽ ഈ 7:30 അല്ലെ 7:45 ബസ് വന്ന് ഇല്ലേ ഇല്ല, അത് വന്നില്ല. പിന്നെ 9:30 ബസ് 7:30 ബസ് ഇന്നലെ പോയിട്ടില്ല. 7:30 ബസ് കാവാലത്ത് വരുമ്പോഴത്തേക്കും 9:45 9:30 സംതിങ് കഴിയും. അത് കഴിഞ്ഞാൽ ജങ്കാർ സർവീസ് കഴിഞ്ഞ് 7:30 വന്ന ജങ്കാർ കിട്ടും. 9:30 കണ്ട് സമയം, എനിക്ക് കറക്റ്റ് സമയം ഓർക്കുന്നില്ല. ആ സമയത്ത് ജങ്കാർ കിട്ടും. 7:30 ബസ് കഴിഞ്ഞ് അടുത്ത ബസ് എന്ന് പറഞ്ഞാൽ ജങ്കാറില്ല. അപ്പോൾ പിന്നെ വള്ളത്തെ കയറിയാണ് ഇപ്പുറത്തിറങ്ങിയ മറ്റേ സൊലയിൽ ദിലീപ് പോയിട്ട് വരുന്ന പോലെ. അപ്പോൾ രാത്രി വള്ളത്തിന് എക്സ്ട്രാ ചാർജ് 5 രൂപയ്ക്ക് വരും 10 രൂപ കൊടുക്കണം. 10 രൂപ വള്ളത്തെ കൊടുത്ത് അപ്പുറത്തിറങ്ങുമ്പോൾ ഓട്ടോ കയറാൻ പൈസ ഇല്ല. അതുകൊണ്ട് അപ്പുറത്തെ എത്തിയിട്ടും കാര്യമില്ല. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സത്യം. ഇതൊരു കമ്പ്യൂട്ടർ ഗെയിം ആക്കാല്ലേ. എന്നിട്ട് അപ്പുറത്തെത്തിയിട്ട് പിന്നെ ഒരു 1 കിലോമീറ്റർ വീട്ടിലോട്ടുണ്ട്, അത് നടക്കും. ഈ വിശന്ന് തൊലഞ്ഞ് നടന്ന്. അപ്പൊ എൻ്റെ തന്നെ ഇവിടുന്ന് പാർട്ട് ടൈം ആയിട്ട് ഏൺ ചെയ്യുക, രാത്രി വന്നിട്ട് ബാങ്ക് കോച്ചിങ്ങിന് പഠിക്കുക, അതാണ് ലക്ഷ്യം. എന്നിട്ട് തിരിച്ചിവിടെ വന്ന് പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ പിന്നെ പഠിക്കുന്ന ചിന്തിക്കാൻ നേരം ഇനി പിന്നെ ഉറങ്ങിപ്പോകും. എന്നിട്ട് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഫോൺ എടുക്കാത്ത. ആ സമയത്ത് എൻ്റെ ഏറ്റവും സമാധാനം കളഞ്ഞുകൊണ്ടിരുന്ന ഒരു ഫോണുണ്ട്, ഒരു കമ്പനി ഫോൺ, ഒരു നോക്കിയുടെ. എനിക്ക് ആ സാധനം അടിക്കുമ്പോഴല്ലോ എൻ്റെ എല്ലാം പോവും. അത് എനിക്ക് ഭയങ്കര ട്രോമയാണ് സാധനം. എനിക്ക് ഫോൺ എടുക്കുമ്പോൾ എന്തോ വള്ളിയാന്നുള്ള സാധനം അവിടെ നിന്ന് തലയിൽ എന്തെങ്കിലും ഇത്രയും തൊലഞ്ഞിരിക്കണമെന്ന് എനിക്ക് നമ്മളെ വിളിച്ചിട്ട് പിന്നെയും എന്തെങ്കിലും ടാസ്ക് ഒക്കെ തന്നോണ്ടിരിക്കും. അല്ലേ, കാരണം എൻ്റെ പുള്ളിയെ പറ്റി പറയണ്ട, വേറൊരു ചാപ്റ്ററാണ്. അത് ഇച്ചിരി നമ്മളിപ്പം നല്ല ബന്ധത്തിലാണ്. അത് വേറെ അന്ന് കുറേ ഈ പറഞ്ഞ ഓഫീസിലെ കുറേ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറേ നല്ല അലമ്പ് തരുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആകെയുള്ള കൂടെ എന്ന് വെച്ചാൽ ഞാൻ ഇതൊരു കോച്ചിങ് സെൻ്റർ ഉണ്ട്, അവിടുന്ന് മെറ്റീരിയൽസ് എടുക്കുമായിരുന്നു ബാങ്ക് കോച്ചിങ്ങിനുള്ള. അവിടുത്തെ ടീച്ചർമാരൊക്കെ ആയിട്ട് കമ്പനിയായിട്ട്. അപ്പം ഞാൻ അവരോടൊക്കെ ചുമ്മാ സംസാരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ. ഇപ്പം എനിക്ക് ബാങ്ക് കോച്ചിങ് പരിപാടി ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അവർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മെറ്റീരിയലൊക്കെ എടുത്തു തരുമായിരുന്നു.
അങ്ങനെ ഞാൻ അത് പഠിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇത് റിപ്പീറ്റ് അല്ലേ? അതായത് വീണ്ടും ഈ സൈക്കിൾ നീ അടുത്ത ദിവസം പിറ്റേ റിപ്പീറ്റ് ദിവസം രാവിലെ വീണ്ടും 7 മണിക്ക് എഴുന്നേറ്റ് പോകണം. അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ പിന്നെ എന്തെന്ന് വെച്ചാൽ കഞ്ഞിക്കുഴിഞ്ഞ് ബസ് ഇറങ്ങി ഓടും. അപ്പോൾ എല്ലാ ദിവസവും കോട്ടയം ദൂരത്തെ കഞ്ഞിക്കുഴി കോട്ടയം വരെ ഒരു 5:45 എന്തിനോ ഓടണം. അത് ഞാൻ കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ട്. ഇതുവരെ നിന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടോടാൻ പറ്റുമോ? ഞാൻ ജീവിതത്തിൽ ആറ്റിറ്റ്യൂഡ് ഉപേക്ഷിച്ച അവിടെ ഓടറ ഓട്ടം ഒരു രക്ഷയില്ല. ഓടി വരുമ്പോൾ ബസ് മിസ്സാവും. പിന്നെ മറ്റേ ബസ് നമ്മൾ എന്നിട്ട് എൻക്വയറി പോയി സാറ് മറ്റേ ബസ് 7:30 പോയി വന്നാ വരും. ആ മൂടാ അവർ കേറിക്കോ. അങ്ങനത്തെ ഒരു ജീവിതം. എന്നിട്ട് ഞാൻ പറയട്ടെ, ആൾക്കാർ ഇങ്ങനെ ആചരിക്കുന്നത് ആ സാധനം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ജീവിതം. എന്നിട്ട് എൻ്റെ അപ്പൊ ഈ സമയത്ത് തന്നെ ഞാൻ ജോലിക്ക് പോക്കണെങ്കിൽ എൻ്റെ കൂട്ടുകാരന്മാർ 2 പേര് പോയിട്ട് ജിയോളജിയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഒക്കെ ഉണ്ട് PGക്ക് ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഒക്കെ 1000 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് നമുക്ക് 1000 രൂപ ഉണ്ട് ഓട്ടോയ്ക്ക് പോവാം. എൻട്രൻസ് അത് അപ്പോൾ അതിനിടയിൽ ഈ പറഞ്ഞ എൻ്റെ നമ്മൾ 2 പേരാണുള്ള ഒരു MBA ഒരു പുള്ളിയുണ്ട് മറ്റേ മാർക്കറ്റിംഗ് ഹെഡായിട്ട്. അപ്പം ഞങ്ങൾ 2 കൂടെ ഉച്ചയ്ക്ക് പോകണം. പുള്ളി ഫുഡ് കൊണ്ടുവരാറില്ല. അപ്പം ഞാൻ നാരങ്ങ കുടിക്കുന്ന പുള്ളി എൻ്റെ കൂടെ കമ്പനി അടിച്ച് നാരങ്ങ കുടി. അപ്പോൾ 4 ദിവസം നാരങ്ങ കുടിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി 5ാമത്തെ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, സ്ഥിരം നാരങ്ങ കുടിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ. അല്ല എന്നിട്ട് ഞാൻ പറഞ്ഞ ഈ സമയത്ത് ഈ 2 എൻട്രൻസ് എഴുതി കുറെ കാശ് പോയി 2 കൂട്ടുകാരന്മാർ കുറെ റിസർച്ച് നടത്തിയിട്ട് കണ്ടുപിടിച്ചു ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ മെറിറ്റ് ബേസിലാണ് PGക്ക് അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പോൾ അവന്മാർ എന്നോടുള്ള സ്നേഹത്തിന് ചോദിച്ചു നീ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുവരെ എൻട്രൻസ് ഒന്നും ഇല്ല എന്നുള്ളത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എൻട്രൻസ് ഒന്നും എഴുതാൻ പൈസ കൊടുത്ത് ചെയ്യുന്നില്ല എന്ന് ഓർത്താ. ഞാൻ ബാങ്ക് ഫിക്സ്ഡ് ആണല്ലോ. എന്തായാലും ഞാൻ അവിടെ നിന്നിട്ട് ബാങ്ക് എഴുതി എടുത്തേനെ, കാരണം എനിക്ക് ഇവിടെ ഭയങ്കര പ്രഷറാണ്. അപ്പം PG അങ്ങനെ അവന്മാർ അപ്ലൈ ചെയ്ത കൂട്ടത്തി എൻ്റെയും കൂടെ അപ്ലൈ ചെയ്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സാലറി കിട്ടി ഞാൻ ഇറങ്ങുമ്പോൾ അവന്മാർ വിളിച്ചിട്ട് പറഞ്ഞു അവിടുന്ന് കോളേജിൽ നിന്ന് വിളിച്ചു അഡ്മിഷൻ എടുക്കാനായിട്ട് നേരിട്ട് ചെല്ലണം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം. അപ്പോൾ എനിക്ക് MDയുടെ ലീവ് ചോദിക്കാൻ പറ്റത്തില്ല. ഇന്ന് മറ്റേ മാധവൻ്റെ പെർഫോമൻസ് ഞാൻ 12 തരുവാ എന്ന് പറഞ്ഞിട്ട് പൈസ നിന്നിട്ടിരിക്കുന്ന മനുഷ്യരാ. ഞാൻ പിറ്റേ ദിവസം ആരോടും പറയാതെ എന്നിട്ട് നമ്മൾ അന്ന് രാത്രിയിലോ പിറ്റേ ദിവസം രാവിലെ എന്തോ ബാംഗ്ലൂർക്ക് ട്രെയിൻ കയറി. എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് കള്ളം പറഞ്ഞു അന്ന് ഓഫീസിൽ. കാരണം ഞാൻ അഡ്മിഷൻ എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ എന്തോ ഹോസ്പിറ്റലിലാണെന്നോ എന്തോ സാധനം പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ ഇയാളോട് പറഞ്ഞു, എൻ്റെ മേളിലുള്ള പുള്ളിയോട് സത്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇവിടെ വന്നാന്നുള്ളു. പുള്ളിക്കാരൻ പൊളിറ്റിക്സ് അവിടെ പോയി പറഞ്ഞു. അപ്പോൾ അത് ഏകദേശം അവിടെ ഒരു ടോക്കായി. അപ്പോൾ ഞാൻ പോവില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് അവിടെ. അപ്പോൾ ഞാനിങ്ങനെ കുഴപ്പമില്ല കിട്ടിയിട്ടില്ലല്ലോ അപ്ലൈ ചെയ്തേ ഉള്ളൂ എന്നുള്ള സാധനത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്കും എല്ലാം സെറ്റായി ഇതായി. പിന്നെ MD എന്നോട് വേണമെങ്കിൽ കാരണം ഈ പുള്ളി നോക്കുമ്പോൾ ഞാൻ അത്യാവശ്യം വർക്കും ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് ഒരാളെ വിചാരിച്ച ഒരാളെ കിട്ടി എന്നുള്ള ഇതിലാണ് പുള്ളി നിന്നിരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ 1 മാസം കഴിഞ്ഞ് പോവാണല്ലോ. പുള്ളി എന്നിട്ട് ഞാൻ പിന്നെ നമ്മൾ പിന്നെ അകത്ത് കയറി മുട്ടുന്നത് ഞാൻ ഇല്ല സാറിൻ്റെ മുഖത്ത് നോക്കാം ഞാൻ പോവില്ല അതൊക്കെ. അത് പുള്ളി ഇല്ല പൊക്കോ ഇല്ല സാറ് മുഖത്ത് നോക്കി പറയണം. കാരണം നമ്മൾ രക്ഷപ്പെടാനാണല്ലോ. അങ്ങനെ പറഞ്ഞ അവസാനം അവിടെ നിന്ന് ഇറങ്ങി 1 മാസം ജോലി ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ മറ്റേ ഇതിനിടയിൽ 2ാമത്തെ മാസത്തിൻ്റെ പകുതി എന്തോ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ സാലറി ഒന്നും ഞാൻ മേടിച്ചില്ല. അത് ചോദിക്കാനൊന്നും നിന്നില്ല അഭിമാന പ്രശ്നം കാരണം പുള്ളിയെ വിഷമിപ്പിച്ചല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഇവിടെ പോയി. പിന്നെ ജോലിക്ക് പോണത് കുറച്ച് കാലം മുന്നേ മറ്റൊരു മാർക്കറ്റിംഗ് അഡ്വർടൈസിങ് കമ്പനിയിൽ. അത് വെറുതെ ചുമ്മാ 1.5 ലക്ഷം രൂപയുടെ ജോലി ഓഫർ കിട്ടിയിട്ട് 2 ലക്ഷം കിട്ടണം എന്ന് പറഞ്ഞിട്ട് പോകാണ്ടിരുന്നു. അയ്യോ ഞാൻ അങ്ങനെ ജോലി ഓഫർ വന്നിട്ടുണ്ടായിരുന്നല്ലേ? ശരിയാ, RJ ദുബായിൽ FM-ൽ RJ ആയിട്ട് വിളിച്ച് പുതിയ FM-ൽ RJ ആയിട്ട് മാധവനെ വിളിക്കുന്നു. അവസാനം ഞാൻ പറഞ്ഞു പോണ്ട മാധവ ഇവിടെയാണ് കിടക്കുന്നത്, സ്റ്റാൻഡപ്പിലാണ് ഫീച്ചർ കിടക്കുന്നത്, എന്തിനാ നീ വെറുതെ അവിടെ പോയി കഷ്ടപ്പെടുന്നത്? ക്രൂഷ്യൽ മൊമെന്റ് ആയിരുന്നു അത് തീരുമാനം എടുക്കാൻ. അല്ല നീ അതിന് ഗവൺമെന്റ് നിനക്ക് പുതിയ സ്ഥലം ഒറ്റയ്ക്ക് പോകാനും പറ്റില്ല. അല്ലെങ്കിൽ അത് ആ സാലറി പാക്കേജ് എത്ര മോശം ആയിരുന്നില്ല. 1.70 ഉണ്ടായിരുന്നു. 2 തന്ന വരാന്ന് പറഞ്ഞു വെറുതെ. എന്നിട്ട് പുള്ളി അത് വിളിച്ചില്ല, ആ ജോലി കളഞ്ഞു ആദ്യം വേണ്ടെന്ന് നമുക്ക് വേണ്ടി. അതെ അതെനിക്ക് ശരിക്കും നിങ്ങൾ കേട്ടിട്ട് ഇവിടെ 10 രൂപ അല്ല ഇവർ 25 രൂപയ്ക്ക് ജോലി ചെയ്യുമ്പോഴും 25,000 രൂപയുടെ ചെലവുണ്ട്, 30,000 രൂപയുടെ ചെലവ് കറങ്ങി കിടപ്പുണ്ട്. നമ്മളത് ഡിസ്കസ് ചെയ്ത
ഇവൻ ജോലിക്ക് പോകാൻ വേണ്ടിയാണോ ഈ ശമ്പളം വാങ്ങിക്കുന്നത്, അല്ലാതെ അവന്റെ ആവശ്യമില്ല ഈ ജോലിക്ക് പോകാൻ വേണ്ടി എക്സ്പെൻസിന് വേണ്ടി. അങ്ങനെ ആയപ്പോഴും ഞാൻ അത് കളഞ്ഞ്. കാരണം എന്നോട് തുടക്കത്തെ അവിടെ കയറുമ്പോൾ പറഞ്ഞിരുന്നത് ഓഫീസ് നമുക്കറിയാം ഇതൊരു ക്രിയേറ്റീവ് വർക്കാണെന്നുള്ള ഇഷ്ടമുള്ള പുറത്തൊക്കെ പോയി ചില്ല് ചെയ്തിട്ട് വർക്ക് കിട്ടിയത്. അപ്പം ഞാനീ പറഞ്ഞ അനീസൊക്കെ പോലെ തന്നെ എനിക്ക് വലിയ സമയമൊന്നും വേണ്ട വർക്ക് ചെയ്യാൻ. ഞാൻ പടയുന്ന സാധനം കൊടുക്കും, എനിക്ക് പണിയില്ല. പിന്നെ ആയപ്പോൾ ഇവർക്ക് വാശി, വെറുതെ ബാക്കി എംപ്ലോയീസ് ശ്രദ്ധിക്കണു അല്ലെങ്കിൽ എനിക്കെന്തോ പ്രത്യേകത തന്നു എന്നുള്ളൊരു സാധനം ഫീൽ ചെയ്യുന്നു എന്നൊക്കെ വെറുതെ കുറേ ഡ്രാമ പറഞ്ഞിട്ട് എന്നോട് ഇതുപോലെ ഞാൻ വെറുതെ രാവിലെ 9 തൊട്ട് മറ്റേ വൈകിട്ട് 5:30 വരെ ഇവരെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇരിക്കണം എന്നുള്ളത്. വർക്ക് കിടിലായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും അറിയാമല്ലോ, ഞാൻ ഓരോ സാധനം ചെയ്ത് എക്സൈറ്റഡ് ആയിട്ട് നിങ്ങളെയും കാണിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും നല്ല രീതിയിൽ എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ എനിക്ക് അതിനുള്ള പേ ഒന്നും കിട്ടുന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ഇത് കുറച്ചുകൂടെ കാര്യമായിട്ട് നോക്കിയാൽ നല്ലൊരു ആഡ് ഏജൻസിയിൽ ഇതിലും നല്ല എമൗണ്ടിൽ വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ കയറാമല്ലോ. പക്ഷെ നമ്മൾ ആ ഒരു സാധനം വേണ്ടെന്ന് ഓർത്തുള്ള ഇവിടെ കയറിയ. പക്ഷെ അതിനുള്ളത് അവരും തരുന്നില്ല. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ കോർപ്പറേറ്റ് സാധനങ്ങൾ നമ്മുടെ ഇതിലോട്ട് എടുത്ത് ഞാൻ വേണ്ടെന്ന് വെച്ചു. ഇനി ദീപക്കാണ് പറയാനുള്ളത്. നിന്റെ ജോലി ഫസ്റ്റ് ജോലി. എനിക്ക് 2 ജോലി കൂടി പറയാൻ ബാക്കി. പക്ഷെ ഞാൻ സന്തുഷ്ടനാണ് ജീവിതത്തിൽ എപ്പോഴും. നമ്മളെല്ലാവരും ഹാപ്പിയാണ്. ഹാപ്പി അല്ലാത്തത് 24 ലക്ഷം രൂപ വർഷം ശമ്പളം മേടിക്കണതിന് ഹാപ്പി അല്ല, ട്രോമ, പ്രഷർ. ഫസ്റ്റ് ജോലി ഞാൻ ആദ്യമായിട്ട് ഞാൻ പണ്ട് 9ലും 10ലും കുറെ ക്വിസിന് പോകണ കാശ് കിട്ടുമായിരുന്നു. ആ ഒരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ ഒരൊറ്റ സാറ് പറഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് വിഷ്ണു എന്ന് പറഞ്ഞ്. അപ്പോൾ വിഷ്ണു ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുമായിരുന്നു. നമ്മൾ ആ സ്റ്റേറ്റ് സിലബസിലൊക്കെ പഠിച്ച് നമ്മൾ A+ എണ്ണമൊക്കെ വെച്ച് ഇപ്പോഴും നമ്മൾ പഠിപ്പികളാണ്, നമ്മൾ ബുദ്ധിയുള്ളവരാണെന്നുള്ള വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അന്നും ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടൊക്കെ +2-നൊക്കെ ഒരു പേപ്പറൊക്കെ പോയിട്ട് പിന്നെ എഴുതിയെടുത്തവനൊക്കെ ഇപ്പം നല്ല രീതിയിൽ ദുബായിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഒരു 1.5 ലക്ഷം രൂപ സാലറി എടുത്തൊക്കെ ഉണ്ട്, 1.5 ഉണ്ട്. അപ്പോൾ വിഷ്ണു ഇങ്ങനെ പറയും, ഞാൻ പണ്ട് വിചാരിച്ച നമ്മളൊക്കെ രക്ഷപ്പെടുന്നതാടാ, പക്ഷേ ബാക്കിയെല്ലാം രക്ഷപ്പെട്ട് നമ്മളിങ്ങനെ ആ ഒരു സാധനം ഉണ്ടല്ലോ. ഇതിനകത്ത് ഏറ്റവും തമാശ അവൻ എന്നെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഞാനിതുപോലെ വിഷ്ണു ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെട്ട ആ ഒരു സാധനത്തിൽ ഞാൻ ഇങ്ങനെ വിഷ്ണു നമ്മൾ കണ്ട ലോകമല്ല ലോകം, നീ IIT കേട്ടിട്ടുണ്ടോ? നമ്മളൊന്നും സത്യം പറഞ്ഞ ആ ഒരു ഏരിയയിലോട്ടൊന്നും IIT അല്ല അങ്ങനെ ഒരു ലെവലിലോട്ട് പഠിച്ചു പോവാം എന്നൊന്നും ഉള്ള സാധനമൊന്നും ഇല്ല എനിക്ക്. പക്ഷേ റിൻഷാവറോടെ നാട്ടിൽ പോയി വീട്ടിലൊക്കെ പോയപ്പോൾ എനിക്ക് ആ റെസ്പെക്ട് തോന്നി. റിൻഷാവറോടെ എൻ്റെയൊക്കെ ഏരിയകളിൽ തരും നാട്ടിൻപുറം പ്രദേശം, അവിടുന്ന് ഇയാളെങ്ങനെ പുറത്ത് ചാടി. അവൻ മാത്രമാണ് അവന്റെ ഇനിഷ്യേറ്റീവ് നവോദയ പോയത്. ദീപജിക്കൊക്കെ പേരൻസിന്റെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടല്ലോ, അവരും ആ ഭയങ്കര. ഇവന് നവോദയ പോകാൻ തന്നെ വീട്ടുകാർ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവന് നവോദയ വിടാൻ അത് ഇവന്റെ തന്നെ ഇൻട്രസ്റ്റിലാവാൻ പോയതാണ്. ഇവൻ തന്നെയാണ്, അവൻ നല്ല ഫൈറ്റ് ഇട്ടിട്ട് തന്നെയാണ്. എന്താ അവൻ ഭയങ്കര മിടുക്കുന്നത് തന്നെയാണ്. പക്ഷെ വിഷ്ണു കണ്ടാ പറയും ആള് മണ്ടൻ വിഷ്ണു പറഞ്ഞു. റെസ്പെക്ട് തന്നതാ. എൻ്റെ ആദ്യത്തെ നമുക്ക് 3rd ഇയറിൽ ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട്, അതിന് സ്റ്റൈപ്പൻഡ് കിട്ടും. അപ്പോൾ എനിക്ക് ഇന്റേൺഷിപ്പ് കിട്ടിയ റിലയൻസിലാണ്. റിലയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ഓഫ് അപ്പർ കട്ട് ഓഫ് ആണ്. അതായത് നമുക്ക് 10ലാണ് CGPA, 7.5ന്റെ മുകളിൽ CGPA ഉണ്ടെങ്കിൽ അവർ എടുക്കൂല. എന്ന് വെച്ചാൽ അതിൻ്റെയും കാട്ടി കൂടുതലാണെങ്കിൽ അവർ കമ്പനി നിൽക്കൂല. ഇതൊരു പ്ലാന്റ് ആണ്, മാനുഫാക്ചറിങ്, ഒരു കെമിക്കൽ ചെറിയ ജോലിയാണ്. 6 lakhs ആണ് അവർ ഫൈനൽ, 6 lakhs ആണ് അവരുടെ ഫൈനൽ പാക്കേജ്. അത് അവരെടുക്കൂല എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇന്റേൺഷിപ്പിൽ എടുക്കുന്ന ആൾക്ക് പ്ലേസ്മെന്റ് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് അവർ 7.5യുടെ മുകളിൽ എടുക്കൂലായിരുന്നു. അപ്പോൾ എനിക്ക് 7.3 ആയിരുന്നു. ഞാൻ തുടങ്ങിയത് 9ലായിരുന്നെങ്കിലും എൻ്റെ 7.3 വരെ എത്തി. പക്ഷെ എൻ്റെ ഭയങ്കര ഒരു ക്ലോസ് ചങ്കാണ് ബ്രാഞ്ച് കൗൺസിലർ. അവനാണ് നമ്മുടെ അസെറ്റ്+ന്റെ മുതലാളി, നമ്മുടെ സ്പോൺസർ ചെയ്തത്. അപ്പോൾ അവൻ എന്നെ അറിയാവുന്നതുകൊണ്ട് സാധാരണ ഇത് 7.48 7.49 അങ്ങനെ നിൽക്കണവർക്കാണ് കിട്ടണത്. പക്ഷെ അവൻ ബാക്കിയുള്ള റെസ്യൂമെ അയക്കാതെ എൻ്റെ റെസ്യൂമെ അയച്ച് 7.3 എനിക്ക് ആ ഇന്റേൺഷിപ്പ് കിട്ടി. കാരണം അത്രയും 18 ഇന്റേൺഷിപ്പിന് കിട്ടുന്നത് സഫീഷ്യൻ്റ്ലി നല്ലതാണ്. പിന്നെ എന്തായാലും ഇവർ പ്രീ പ്ലേസ്മെന്റ് ഓഫർ തരും, അതായത് അവരൊരു ഫുൾ ടൈം ജോലിയുടെ ഓഫറും കൂടെ തരും. അപ്പോൾ അതാണ് ഞാൻ ഞാൻ ബറോഡയിലാണ് പോയത്. ഞാനും ഗുജറാത്തും തമ്മിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതും പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഗുജറാത്ത്. ഞാൻ ബറോഡയിൽ പോയി. അവിടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു മറ്റേ PSC വേണം, ചെറിയൊരു ഗവൺമെൻറ് സെറ്റപ്പ് പോലെയാണ്, IPCL. അവർ റിലയൻസ് മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഉള്ള സ്റ്റാഫുകൾക്കൊന്നും റിലയൻസിന് ഇഷ്ടമല്ല. കാരണം മറ്റേത് ഭയങ്കര ചില്ലാണല്ലോ. റിലയൻസ് കുറച്ച് കോർപ്പറേറ്റ് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളെല്ലാം അങ്ങോട്ടേക്ക് വിടുന്നത്. അപ്പോൾ അവർ ഫുൾ അംബാനിക്ക് തെറിവിളിയും സാധനമൊക്കെയാണ് അവിടെ. പണിയൊന്നുമില്ല, ഭയങ്കര ചില്ലായിരുന്നു, സൂപ്പർ ചില്ലായിരുന്നു. പക്ഷേ ഈ ഫാക്ടറിയുടെ ചൊറി ഉണ്ടായിരുന്നു. അതായത് നമ്മൾ മറ്റേ
കുറേ നടന്നു പോകണം, സിഗരറ്റ് വലിക്കാൻ പറ്റൂല അകത്ത്, അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര ചില്ല് പണിയായിരുന്നു, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്നിട്ട് കാര്യമില്ല, ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. പിന്നെ കെമിക്കൽ ഫാക്ടറിയാണ്, അതായത് ഫാക്ടറിയിൽ മറ്റേ നമ്മൾ ഈ പൈപ്പിന്റെ ഫാക്ടറി മാനേജർ, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഫാക്ടറി നോക്കാൻ പോകില്ലേ. മറ്റേ ഷിഫ്റ്റ് പണിയാണ്, മൺഡേ തൊട്ട് സാറ്റർഡേ വരെ 9 തൊട്ട് 6 വരെ. ഞാൻ ഇന്റേൺഷിപ്പ് 2 മാസമേ പോയുള്ളൂ. അവിടെ എനിക്ക് ജോലിക്ക് പോയില്ല. ഇന്റേൺഷിപ്പിന്റെ സമയത്ത് എത്ര സാലറി ഉണ്ടായിരുന്നു? 18 ഉണ്ടായിരുന്നു. 6 ലക്ഷം പാക്കേജ് കിട്ടും. അങ്ങനെ അത് 3rd ഇയർ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫൈനൽ പ്ലേസ്മെന്റ് എനിക്ക് ബോഷ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി കിട്ടി. അത് അഗൈൻ ഞാനിതുപോലെ അപ്പോഴും എൻ്റെ CGPA കുറഞ്ഞു 6 വർഷം പക്ഷെ എൻ്റെ റെസ്യൂമേൽ പ്രീ പ്ലേസ്മെന്റ് ഓഫർ നടക്കുന്നുണ്ട്. അപ്പൊ അവർ വിചാരിക്കും ഞാൻ ഇന്റേൺഷിപ്പിൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നുള്ള. പക്ഷെ അവിടെ എല്ലാവർക്കും തരും, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത് ഞാൻ ഇതേപോലെ തള്ളി. എനിക്ക് ഞാൻ പറഞ്ഞു ഞാനാണെങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോൾ എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയർ ആവണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഇവിടെ വന്ന് എനിക്ക് ഉഴപ്പി എനിക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു ചാൻസും കൂടെ കിട്ടുവാണെങ്കിൽ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആവും എന്നൊക്കെ തള്ളിയപ്പോൾ അവർ വീണ് അവരെന്നെ എടുത്ത്. ഓക്കെ, അപ്പോൾ സാധാരണ അവർ CGPA കൂടിയ ആൾക്കാരെ അവർ ബാംഗ്ലൂരിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലിടും, CGPA കുറഞ്ഞ ആൾക്കാരെ നാഷിക്കിൽ ഫാക്ടറി കൊണ്ടുപോയിടും. അതാണ് സംഭവം. അപ്പോൾ ഞാൻ ആ സമയത്താണ് ബാംഗ്ലൂർ ഡേയ്സൊക്കെ കണ്ടിട്ടിരിക്കുമ്പോൾ എനിക്കാണെങ്കിൽ ബാംഗ്ലൂരിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. മറ്റേത് നാഷിക്കിലൊരു പട്ടിക്കാട്ടിൽ ഏതോ ഫാക്ടറിയിലെന്തോ ആണ്, മറ്റേത് ബാംഗ്ലൂരിൽ കോരമംഗലയിൽ പ്രോപ്പർ ഏരിയയിലാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവരെൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റോളുണ്ട്, ഈ CEOയുടെ ഓഫീസിൽ ഒരു സ്പെഷ്യൽ പ്രോജക്റ്റ് ഉണ്ട്. അതായത് ബോഷിൻ്റെ കുറേ ഈ വാഷിംഗ് മെഷീൻ, പവർ ടൂൾസ്, അങ്ങനത്തെ കുറേ ബിസിനസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലീഡ്സ് ഷെയർ ചെയ്യണം. അതായത് ഇപ്പം പവർ ടൂൾസിനൊരു ക്ലയൻറ്റിനെ കിട്ടുവാണ്, അവർക്കപ്പോൾ സോളാറും വിൽക്കാമല്ലോ. പക്ഷേ ഇത് 2 ഡിഫറെൻറ്റ് ബിസിനസ് യൂണിറ്റ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല. അപ്പം ഇവിടെ നിന്ന് ലീഡ്സ് വരെ ഞാനാണെങ്കിൽ അപ്പുറത്തെ സെയിൽസുകാരെ വിളിച്ച് പറയണം, അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ള പരിപാടിയായിരുന്നു. അത് ആക്ച്വലി നല്ല പരിപാടിയായിരുന്നു. പക്ഷെ ഞാൻ ഉഴപ്പായിരുന്നു, ഞാൻ ആ സമയത്ത് ഭയങ്കര ഉഴപ്പായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ അവിടുത്തെ അറ്റൻഡൻസിൻ്റെ സിസ്റ്റം ചീത്തയിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം സ്വൈപ്പ് ചെയ്ത അറ്റൻഡൻസ് കിട്ടും. എന്താണെന്ന് വെച്ചാൽ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 8:45 റിപ്പോർട്ടിംഗ് ടൈം. അസോസിയേറ്റഡ് ഒരു ഫാക്ടറി ഉണ്ട്, ഓഫീസും ഉണ്ട്, ഹെഡ് ക്വാർട്ടേഴ്സും ഉണ്ട്. അപ്പോൾ 8:45 നമുക്ക് 9:30 വരെ പോവാം. 9:30 കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഹാഫ് ഡേ ലീവാണ്. ഓക്കെ, പക്ഷേ ഈ സിസ്റ്റം ഇങ്ങനെ എറർ വന്ന് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ റാൻഡമായിട്ട് ആൾക്കാർക്ക് ഹാഫ് ഡേ ലീവ് വരാൻ തുടങ്ങി. അപ്പോൾ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ സിസ്റ്റം ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന 9 മാസത്തിൽ ഒരു 7 മാസം ഇവർ ശരിയാക്കിയിട്ടില്ല ഇത്. ഇതെന്ന് വെച്ചാൽ ബോഷ് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യയിൽ ഒരു എൻജിൻ വരുവാണെങ്കിൽ അത് യൂറോപ്പിൽ 4 വർഷം മുമ്പേ വന്നിട്ടുണ്ട്. അപ്പോൾ അവരത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പിന്നെ ബിസിനസ് ഇവിടുത്തെ ബെൻസിന് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഡീലിങ്സും ടെക്നോളജിയും സാധനമൊക്കെ ജർമ്മനി നടക്കുന്നുണ്ട്, നമ്മളിവിടെ അതിങ്ങ് ചെയ്തു കൊടുത്താൽ മതി. അപ്പം ആ ഒരു സെറ്റപ്പാണ്. എന്ന് വെച്ചാൽ ആരും വലുതായിട്ട് പണിയെടുക്കുന്നില്ല. ഇവരും ഇന്ത്യയിലൊരു മൈക്കോ എന്ന് പറഞ്ഞ കമ്പനീനെ മേടിച്ചില്ല. അപ്പം സഫീഷ്യൻ്റ്ലി ചില്ലാണ്. അപ്പോൾ HR ഒക്കെ ചില്ലാണ്. അതുകൊണ്ട് ഈ സിസ്റ്റം തിരിച്ചു വന്നിട്ടില്ല. അപ്പം നമുക്ക് ഒരു 5 മിനിറ്റ് ഗ്യാപ്പിൽ 2 പ്രാവശ്യം സ്വൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അന്നത്തെ അറ്റൻഡൻസ് കിട്ടും. അപ്പം ഞാൻ അവസാനമൊക്കെ ആയപ്പം ഞാൻ 4:45 വൈകിട്ടിന് പോയി സ്വൈപ്പ് ചെയ്തിട്ട് ഞാൻ 5 മണിയാകുമ്പോൾ തിരിച്ചിറങ്ങി വരുമായിരുന്നു. ഇതിലെന്താണെന്ന് വെച്ചാൽ ഞാൻ മറ്റേ CEO's ഓഫീസിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് CEOയുടെ അസിസ്റ്റൻറ്റിനാണ്. അപ്പോൾ അവരൊക്കെ മുകളിലാണ് ഇരിക്കുന്നത്. അവിടെ എന്നെ ഇരുത്താൻ പറ്റില്ല, കാരണം അവിടെ CEOയുടെ ഓഫീസ്, CEOയുടെ അസിസ്റ്റൻറ്റ്, വേറെ സെക്രട്ടറി അങ്ങനെ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഓഫീസ് സെപ്പറേറ്റ് ആണ്, താഴെയാണ്. അപ്പോൾ ഞാൻ ലേറ്റ് ആയിട്ട് വന്നാലും എന്നെ കാണൂല. പിന്നെ എൻ്റെ മുകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് അവരന്വേഷിക്കില്ലായിരുന്നു അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര ഒരു ചില്ല് ജോലിയായിരുന്നു. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാറ്റ് ക്ലിയർ ചെയ്ത് IME പോയപ്പോഴാണ് അവിടുത്തെ ഒരു പ്രൊഫസർ എൻ്റെ അടുത്ത് അവിടുത്തെ ഒരു പ്രൊഫസർ ഇങ്ങനെ ഓണ്ടർപ്രണർഷിപ്പിനെ പറ്റി പറഞ്ഞപ്പോഴാണ് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഹണ്ടാസാബ്, അതെ, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സ്വന്തമായിട്ടുള്ള ഇൻകം, ഈ ബിസിനസ്, ആ സാധനം. അതിൽ ആക്ച്വലി ആരിഫിനും ഒരു പങ്കുണ്ട്. ആരിഫ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിൻ്റെ കൂടെ നടന്ന് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ ജോലി പോകേണ്ട ഒരു കാര്യമില്ല എന്നുള്ളൊരു സാധനം നമുക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്തു.
സ്റ്റാർട്ടപ്പിൽ നമുക്കാണെങ്കിൽ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് ഫണ്ടിങ്ങിനെ കാട്ടി കൂടുതൽ നമ്മൾ ഈ കുറേ ഗവൺമെൻറ് ഗ്രാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് അത് ശരിക്കും കുറേ പേർക്ക് അറിയാത്തൊരു സാധനമാണ്. ഇങ്ങനെ നമുക്ക് ഈ ഒരു ടെക്നോളജി സാധനം ഉണ്ടെങ്കിൽ അതിൽ ഗവൺമെൻറ്റിൻ്റെ നിന്ന് ഗ്രാൻഡ് കൊടുത്ത് അത് വെച്ച് നമുക്കാണെങ്കിൽ ഓഫീസ് സ്പേസ് ഫ്രീ ആയിട്ട് കിട്ടും, മാസം ഒരു ഇത് ചെയ്യാനൊരു ഗ്രാൻഡ് കിട്ടും. അത് നല്ലപോലെ മാനേജ് ചെയ്താൽ നമുക്കും ചെറുതായിട്ടൊരു ഫണ്ട് അതിന് സാലറി പോലെയൊക്കെ എടുക്കാം. നിങ്ങൾ എത്ര പേര് ചെയ്തോണ്ടിരുന്നു? നമ്മൾ ആദ്യം 3 പേരായിരുന്നു, പിന്നെ 6 പേരായി. പിന്നെ നമ്മൾ ഫണ്ടിങ് എടുത്ത് പിന്നെ നീ അതിൽ നിന്ന് ഇറങ്ങി? ഞാൻ ഇറങ്ങി. അപ്പോഴത്തേക്ക് കുറച്ച് എക്വിറ്റി, ചെറിയ എക്വിറ്റി ഫണ്ടിങ്. നമുക്ക് ഒരു ഇൻവെസ്റ്റർ വന്നു കഴിഞ്ഞാൽ അവരൊരു ഫൗണ്ടേഴ്സ് എഗ്രിമെന്റ് ഉണ്ടാക്കും. പിന്നെ നമുക്ക് എല്ലാ മാസവും 5 വർഷത്തേക്ക് അത് സ്പ്ലിറ്റ് ചെയ്ത് എല്ലാ മാസവും അതിൻ്റെ ഒരു ഷെയർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അതിൻ്റെ 1 വർഷത്തെ ഞാൻ നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് ഇറങ്ങി. അതാണല്ലോ നമ്മുടെ പതിവ്. നമ്മളങ്ങനെ അങ്ങനെ ശീലം. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ IIM പോയി ഹണ്ട സാബിന്റെ ഒക്കെ ഇത് കേട്ടപ്പോ ഞാൻ ജോലിക്ക് ഇനി ആരും പോണ ജോലി, ഞാൻ ഇന്റർവ്യൂ എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ കട്ട ഷോ ആയിരുന്നു. ഞാൻ റെസ്യൂമൊക്കെ റെസ്യൂമേ എന്നുള്ള ലെവലിൽ ഞാൻ അത് ഇന്റേൺഷിപ്പിന് പോയിട്ടില്ല. അപ്പം ഞാൻ ഈ സ്റ്റാർട്ടപ്പ് വന്ന് കമ്പനി തുടങ്ങി. ഫൈനൽ പ്ലേസ്മെന്റ് ഒന്നുമ്പോൾ നമുക്ക് ഫണ്ടിങ് കിട്ടി, ഇത് കിട്ടി, ശമ്പളം. ഫണ്ടിങ് നമുക്ക് 2.5 കോടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അടിപൊളി സെറ്റപ്പ്. അങ്ങനെ നിൽക്കുമ്പോൾ എനിക്കാണെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും ചെയ്യണം, മാർക്കറ്റിംഗ് എന്തെങ്കിലും ചെയ്യണം, ആ ഒരു വൈബായി. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ടപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനാണെങ്കിൽ കോച്ചിങ് പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. നമ്മുടെ മറ്റേ മൈൻഡ് സെറ്റ് ഓണ്ടർപ്രണർ മൈൻഡ് സെറ്റ് ആണ്. പക്ഷെ കോച്ചിങ് പഠിപ്പിക്കാൻ പോകുമ്പോൾ എനിക്ക് മണിക്കൂർ വെച്ചൊരു 1000 കിട്ടുമായിരുന്നു. അതായത് അന്ന് ഞാൻ 10 തൊട്ട് 1 വരെ പഠിപ്പിച്ചപ്പോൾ എനിക്ക് 3000 രൂപ കിട്ടുമായിരുന്നു. എന്നുവെച്ചാൽ അത് നല്ല എമൗണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചില്ല, ബാക്കി സമയം വേറെ ഒന്നും ചെയ്യാനില്ല, മനസ്സിലായില്ല. പിന്നെ ഞാനാണെങ്കിൽ ഈ മാർക്കറ്റിംഗ്, ഫ്രീലാൻസിങ് ഒക്കെ, കൺസൾട്ടിങ്, അങ്ങനത്തെ സാധനമൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു കമ്പനി കയറി ഞാൻ ആദ്യമായിട്ട് റിൻഷാദിനെ എടുത്തുകൊണ്ട് പോയിട്ട് ചാടിക്കുന്ന അവിടെ. പിന്നെ കാരണം എനിക്ക് അന്നത്തെ പ്ലാൻ സോക്സിന്റെ ബിസിനസ് ആയിരുന്നു. അപ്പോൾ സോക്സിന്റെ ബിസിനസ് ചെയ്യണപ്പോൾ ഗാർമെന്റ് ഇൻഡസ്ട്രീനെ പറ്റി പഠിക്കുക എന്നൊക്കെയുള്ള അപ്പാരൽ അതൊക്കെ പഠിക്കുക എന്നുള്ള ഒരു മൈൻഡിലാണ്. അങ്ങനെയാണ് പിന്നെ സ്റ്റാൻഡപ്പിലോട്ട് വരുന്നത്. എന്നുവെച്ചാൽ എൻ്റെ ഒരു ഐഡിയ ഹ്യൂമറസ് ബ്രാൻഡായിരുന്നു. ഹ്യൂമർ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഐഡിയ. പക്ഷെ എനിക്ക് സ്റ്റാൻഡപ്പ് ബ്രാൻഡ് ബിൽഡ് ചെയ്തോണ്ടിരിക്കുക, ഹ്യൂമർ ഉപയോഗിക്കാൻ പഠിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഗാർമെന്റിലോട്ട് വരണം, എന്നിട്ട് സോക്സ് അടിക്കണം. സോക്സ് ഹ്യൂമറിന്റെ സാധനമാണല്ലോ. അപ്പൊ നമ്മൾ സ്റ്റാൻഡപ്പ് പോകുമ്പോൾ ഇത് തന്നെയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ടും ഞാൻ പിന്നെ ഇതേപോലെ എൻ്റെ സ്റ്റാർട്ടപ്പിന് തിരിച്ച് ഗ്രാൻഡ് ഒപ്പിക്കും. ഗ്രാൻഡിൽ നിന്ന് ഞാനൊരു ഷെയർ എടുക്കും. ഞാൻ ഗ്രാൻഡിന്റെ ആപ്ലിക്കേഷൻ എഴുതാൻ എനിക്ക് സ്കില്ലുണ്ട്. ഒരു ആപ്ലിക്കേഷൻ എഴുതി ആൾക്കാരെ പറ്റിച്ച് പൈസ ഒരു സാധനമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ സാധനം ഈ കോമ്പറ്റീഷനൊക്കെ അപ്ലൈ ചെയ്തു. സത്യം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ക്യാമ്പസിൽ പോയി പ്ലേസ്മെന്റ് ഇരിക്കാം. അപ്പൊ ഞാൻ തിരിച്ചൊരു തെണ്ടിയെ പോലെ ആ പ്ലേസ്മെന്റ് സെല്ലിന്റെ ഫ്രണ്ടിൽ പോയി തെണ്ടി. സത്യം. ഞാനാണെങ്കിൽ അവിടെ പോയി എനിക്ക് തിരിച്ച് അക്കോമഡേഷൻ പോലും കിട്ടിയിട്ടില്ല. ഞാൻ ഒരു ഫ്രണ്ടിന്റെ കൂടെ കിടന്ന് തറയിലാ കിടന്നു. അവിടെ പോയി റെസ്യൂമേ ഒക്കെ ഉണ്ടാക്കി ഞാൻ അപ്ലൈ ചെയ്ത്. അങ്ങനെയാണ് ഞാൻ വിപ്രോയിലോട്ട് വരുന്നത്. ഞാൻ 2010 സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിപ്രോയിൽ പോയി. വിപ്രോയിൽ പോയപ്പോൾ ഞാൻ വലിയ പണിയൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇനി പണിയെടുത്തില്ല ജോലി കഥ പറ. ഇപ്പൊ ഞാൻ പണിയെടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെടുത്ത് ഞാനാണെങ്കിൽ പണിയെടുക്കുന്നുണ്ട്. നിനക്ക് എല്ലാ പണിയെടുക്കുന്ന കഥയിൽ ഒരുപാട് കഥ പറയാനുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മൾ തുടങ്ങിയിട്ട് 1.5 മണിക്കൂർ ആകുന്നു. നമുക്ക് ജോലിനെ പറ്റിയിട്ടുള്ളത് എനിക്കും പറയാണ്ട് ഇനി 2 കഥ. എന്റെ ജോലി ഞാനൊരു സീരിയൽ കിട്ടാന്ന് പറഞ്ഞാൽ തമാശല്ല. ഞാൻ കുറെ ജോലി കയറി അതാ കുറെ സാധനം പറയാനുണ്ട്. അത് മാത്രമല്ല, ഞാൻ 2 ഇവൻ കരിയർ ഗൈഡൻസും പിന്നെ ഈ നോമ്പ് തുറന്ന സമയത്ത് ഞാൻ ഒരു കാര്യം ഭയങ്കര കിട്ടുന്ന ഇൻസിഡന്റ് ഉണ്ട്. അതൊക്കെ പറഞ്ഞു തരാണെങ്കിൽ കുറെ ഉണ്ട്. ഒക്കെ കൂടി നമുക്ക് അടുത്ത എപ്പിസോഡിൽ, അടുത്തതിൽ നിന്നല്ല രണ്ടാമത്തെ, ഞാൻ ഇങ്ങനെ ഒരു കോൺഫറൻസ് ഹോളിൽ ഇരുന്ന് ഇതുപോലെ നോമ്പ് തുറന്നൊരു കഥ ഉണ്ട്. അതൊരു വലിയ കഥ. അത് പറയാനുണ്ടായിരുന്നു. ആൾക്കാരിത് കമന്റ് ചെയ്യുക. നമുക്കൊരു സെക്കൻഡ് പാർട്ട് പിടിക്കാം. ജോലി, നമ്മുടെ പണി, മറ്റേ പണിയുടെ ജോജുവിന്റെ മറ്റേ മ്യൂസിക് ഇടുന്ന സമയത്ത് പണീനെ കുറിച്ച് സെക്കൻഡ് എപ്പിസോഡ് സുനിയൊക്കെ തട്ടി, ദീപുവിനൊക്കെ തട്ടി. അപ്പൊ ദീപു ഇല്ലെങ്കിൽ നമ്മൾ റിൻഷാദിനെ വെച്ചും പറയും.
അല്ല ദീപക്ജിയുടെ കഥ തീർന്നിട്ടില്ല, അപ്പൊ നമ്മൾ ഒരുമിച്ച് അത് ജോലി പാർട്ട് 3 ചിലപ്പോ അല്ല ദീപ ഉള്ളപ്പോ പാട്ട് പിടിക്കാൻ അല്ലെ റിൻഷാദിനെ പിടിച്ചൊരു പാട്ട്. റിൻഷാദിന്റെ കുറെ ജോലിയുണ്ട്. റിൻഷാദ് ബൈജൂസിലൊക്കെ അങ്ങനെ പാർട്ട് 3 വരുന്ന നോക്കാം, അത് കഥ പോകും നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നമുക്കൊരു വലിയ സംഭവമായി മാറ്റണം. ഒരു പണിയില്ലാത്ത നമ്മളെന്ന് പറയുന്നത് ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ജോലി. ബംഗാളികളെ പോലെ പോഡ്കാസ്റ്റ് ചെയ്യാണ്, രാവിലെ ഒന്ന് ഉച്ചയ്ക്കൊന്ന്. നമ്മളെ വീക്ക്ലി 2 എപ്പിസോഡ്സ് എന്നുള്ള പ്ലാൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാണ്. വ്യൂസ്, സബ്സ്ക്രൈബർ കൗണ്ട് ഇതൊക്കെ മാറുന്നുണ്ട്. മൊത്തത്തിൽ ഇത് നമ്മൾ ട്രയലാണ്. ആൾക്കാർ ഒത്തിരി നാളെ നമ്മളോട് പറയുന്നത് ഒത്തിരി കാണുന്നത്. ഈ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 200 പേരാ. നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇതിന് ചില ആൾക്കാർ ലെങ്ത് കൂടുതലാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം, ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. വീക്ക്ലി 2 എപ്പിസോഡ്സ് ആണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വർക്ക്ഔട്ട് മാക്സിമം കമന്റ് ചെയ്യാത്തവരൊക്കെ കമന്റ് ചെയ്ത് എന്തെങ്കിലും സജഷൻസ്, നല്ല സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. നമ്മളതനുസരിച്ച് നല്ല ഈ പറഞ്ഞ പോലെ വായിക്കാൻ രസമുള്ള കമന്റുകൾ വയ്ക്കുക. അപ്പൊ നമ്മൾ കമന്റ്സ് വായിക്കുന്ന ഒരു എപ്പിസോഡ് ചെയ്യാൻ പറ്റും. എല്ലാരും വായിക്കണം എന്ന് ഉറപ്പുള്ള ഒരു സൂപ്പർ താങ്ക്സ് അടിച്ചിട്ട് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്തായാലും വായിക്കും. അല്ല, ഭക്തിയിൽ വരെ ഇത് ഇൻക്ലൂഡഡ് ആണ്. പൈസ ഇട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ മുൻഗണനയിൽ വരും. സോ കീപ് സപ്പോർട്ടിങ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൂപ്പർ താങ്ക്സ് ഒക്കെ വെറുതെ പറഞ്ഞാൽ നിങ്ങൾ സൂപ്പർ താങ്ക്സ് ഒന്നും ചെയ്യണ്ട. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ട് അപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം വീഡിയോ അടിയിൽ ലൈക്കും കമൻറ്റും ഓട്ടോമാറ്റിക്കലി ജെന്യൂൻ ആയിട്ട് വരുമ്പോൾ യൂട്യൂബ് നമ്മൾ അൽഗോരിതം പുഷ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെയാണ് ശരിക്കും 10K ഒന്ന് ഫാസ്റ്റ് ആയത്. ഷോർട്സിന്റെ കുറച്ച് ഓട്ടോമാറ്റിക്കലി ലൈക്സ് നമ്മളിടയ്ക്ക് ഈ ചാനൽ തുടങ്ങി ഒന്നും ചെയ്യാതിരുന്നത്. ഈ ചാനൽ വെറുതെ സ്റ്റാർട്ട് ചെയ്തിട്ടായിരുന്നു. നമ്മൾ ഇതിൽ ഇട്ട് തുടങ്ങിയിട്ട് 1 വർഷമായോ? കറക്റ്റ് 1 വർഷം. 62 എപ്പിസോഡ് റെഗുലർലി 1 ഇയർ അല്ല, 1 വർഷം കഴിഞ്ഞു. 1 വർഷത്തിൽ നമ്മൾ 10K അടിച്ചു. 1 വർഷത്തിൽ 10K, അടുത്ത 1 വർഷത്തിൽ 100K. നമ്മുടെ ടാർഗറ്റ്. അത് കഴിഞ്ഞാൽ 1 മില്യൺ. ഓക്കെ, അപ്പൊ അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. 3 വർഷം എടുക്കും നന്നാവാൻ. അങ്ങനൊന്നുമില്ല. ബൈ ബൈ പറയോ? ബൈ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. എന്തെങ്കിലും നന്നാവട്ടെ.